ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. വീണ്ടും ദൈവസന്നദ്ധിയിൽ നമുക്ക് ഒരുമിച്ച് ആയിരിക്കാനായിട്ട് കർത്താവ് സാവകാശം ഒരുക്കിയതുകൊണ്ട് കർത്താവിനെ സ്തുതിക്കുന്നു. തിമോഥെയോസിന്റെ 2-ാം ലേഖനം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ശ്രദ്ധിച്ച് പഠിച്ച് ആരംഭിച്ചു. തിമോഥെയോസിനോട് പൗലോസ് തന്റെ ഹൃദയത്തിന്റെ വാഞ്ച, അല്ലെ തന്റെ ഹൃദയത്തിൽ തിമോഥെയോസിനുള്ള സ്ഥാനം, അല്ലെ തിമോഥെയോസിനെ കുറിച്ചുള്ള കരുതൽ, അത് എത്ര ആഴമേറിയതാണ് എന്ന് വെളിപ്പെടുത്തുന്നതാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ശ്രദ്ധിച്ചത്. 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കവർ ചെയ്യുവാനായിട്ട് ഇടയായി. ഇന്ന് അതിന്റെ 8 മുതൽ 14 വരെയുള്ള വാക്യങ്ങളാണ് പ്രധാനമായിട്ട് നമ്മൾ ചിന്തിക്കുവാനായിട്ട് പോകുന്നത്. തിമോഥെയോസിന് മുമ്പ് നമ്മൾ ഓർത്തതുപോലെ തന്റെ പ്രിയ ശിഷ്യനായ തിമോഥെയോസിൽ കർത്താവ് തന്നെ ഫലമേൽപ്പിച്ച ദൗത്യത്തിന്റെ പിന്തുടർച്ച ഏൽപ്പിക്കുന്ന ഏറ്റവും ഗൗരവമുള്ള ഒരു സന്ദർഭമായിട്ടാണ് നമുക്ക് ഈ 2-ാം ലേഖനത്തെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുക. 1-ാം ലേഖനം അങ്ങനെ തന്നെയാണ്. എന്നാൽ 2-ാം ലേഖനം താൻ എഴുതുമ്പോൾ തന്റെ നിര്യാണം, താൻ കർത്താവിന്റെ സന്നിധിയിൽ ചേർക്കപ്പെടുവാനായിട്ട് പോകുന്നു, തന്റെ ശുശ്രൂഷക്കാലം തികഞ്ഞു എന്നുള്ള ബോധ്യം തന്റെ ഹൃദയത്തെ ഭരിക്കുകയും അതിൻ പ്രകാരം തിമോഥെയോസിന് തന്റെ, നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഈ ദീപശിഖ കൈമാറി എന്ന് പറയുന്നത് പോലെ, ദൈവം തന്നിൽ അപ്പോസ്തലനായ പൗലോസിൽ ഫലമേൽപ്പിച്ച ആ നിയോഗം, ആ സുവിശേഷ ദൗത്യം, അത് കൈമാറ്റം ചെയ്യപ്പെടുന്ന ഏറ്റവും പ്രാധാന്യമുള്ള ഒരു സന്ദർഭമാണ് ഈ 2-ാം ലേഖനത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. അതിന്റെ 8 മുതലുള്ള വാക്യങ്ങൾ, 8 മുതൽ 14 വരെയുള്ള വാക്യങ്ങളിൽ പ്രധാനമായിട്ടും പൗലോസ് തിമോഥെയോസിനോട് ആവശ്യപ്പെടുന്ന ഒരു വിഷയം എന്ന് പറയുന്നത് സുവിശേഷത്തെക്കുറിച്ച് നീ ലജ്ജിക്കരുത് എന്നുള്ള വിഷയമാണ്. നമ്മൾ പൗലോസിന്റെ ലേഖനങ്ങളിലുടനീളം സുവിശേഷത്തെക്കുറിച്ച് പൗലോസിനുള്ള ഉൾക്കാഴ്ച വ്യക്തമായിട്ട് നമ്മൾ കാണുന്നുണ്ട്. തന്റെ ജീവിതത്തിലെ ഏറ്റവും മഹത്വകരമായ ഒരു വിഷയമായിട്ടാണ് പൗലോസ് സുവിശേഷത്തെ കാണുന്നത്. അപ്പോസ്തോലൻ എന്നുള്ള നിയോഗത്തെ താൻ അങ്ങനെ കാണുന്നുണ്ട്. എന്നാൽ തിമോഥെയോസിന് പൗലോസ് ഈ ലേഖനം എഴുതി വരുമ്പോൾ തിമോഥെയോസിനോട് പ്രത്യേകമായിട്ട്, തന്റെ അരുമശിഷ്യനായ തിമോഥെയോസിനോട് പറഞ്ഞു കൊടുക്കുന്ന വിഷയങ്ങളിൽ ഈ 8 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ, 6 വാക്യങ്ങളിൽ ഒത്തിരി കാര്യങ്ങളാണ് പറയുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നാം ഓർത്തതുപോലെ തനിക്ക് ഒരുപാട് കാര്യങ്ങൾ പറയുവാനായിട്ടുണ്ട്, എന്നാൽ ചുരുങ്ങിയ സമയമേ തന്റെ മുമ്പിലുള്ളൂ. അതുകൊണ്ട് എല്ലാം കൂടെ വലിച്ചു വാരി എഴുതിയ ഒരു സംവിധാനം, നമ്മൾ ശരിക്കും അങ്ങനെ ഒന്ന് പറയാം, നാടൻ ഭാഷ വലിച്ചു വാരി എഴുതിയിരിക്കുന്ന പോലെ നമുക്ക് തോന്നും. എന്നാൽ നമ്മൾ അതിൽ ഓരോ വാക്കിനെ ഒന്ന് വിശകലനം ചെയ്തു പോകുമ്പോഴാണ് പൗലോസ് ദൈവസഭയെക്കുറിച്ചും സുവിശേഷത്തെക്കുറിച്ചും ശുശ്രൂഷകന്മാരെക്കുറിച്ചും എത്രത്തോളം ആത്മഭാരമുള്ള വ്യക്തിയായിരുന്നു, അല്ലെങ്കിൽ തന്റെ ഉൾക്കാഴ്ച എത്ര ഉന്നതമായിരുന്നു എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. ഈ പാസ്റ്റൽ എപ്പിസോഡ്സ് നാം പഠിക്കുമ്പോൾ സഭയിൽ വിവിധ ശുശ്രൂഷകൾ ചെയ്യുന്ന നാം ഈ വിഷയങ്ങളിൽ വളരെ പ്രാധാന്യം കൊടുക്കേണ്ടത് ആവശ്യമാണ്. അത് സുവിശേഷകന്മാരും കൊടുക്കണം, മൂപ്പന്മാരും കൊടുക്കണം, ഉപദേഷ്ടാക്കന്മാരും ഡീക്കന്മാരും കൊടുക്കേണ്ടതായിരിക്കുന്ന ഉത്തരവാദിത്വമുണ്ട്. അപ്പോൾ ഇവിടെ ഒരു സുവിശേഷകൻ അല്ലെങ്കിൽ സഭാ ശുശ്രൂഷകൻ എന്നുള്ള നിലയിൽ തിമോഥെയോസിന് ശ്രദ്ധിക്കേണ്ടതായിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം, 2-ാം ലേഖനം താൻ എഴുതുമ്പോൾ 6 വാക്യങ്ങളിൽ താൻ എടുത്തു പറയുന്ന ഒരു വിഷയം, നീ ലജ്ജിക്കുവാനായിട്ട് പാടില്ല എന്നുള്ള വിഷയമാണ്. നമ്മൾ ഒറ്റ വാക്കിൽ സുവിശേഷത്തെക്കുറിച്ച് ലജ്ജിക്കരുത് എന്ന് പറഞ്ഞ് അങ്ങ് കടന്നു പോകുമ്പോൾ പലപ്പോഴും നമുക്കതിന്റെ ആ അന്തസത്ത എന്താണ്, സുവിശേഷം, അതിന്റെ പ്രസക്തി എന്ത്, അതിന്റെ ആ ശരിയായ ഉൾക്കാഴ്ച നമുക്ക് ലഭിക്കാതെ പോകുന്നുണ്ട്. പൗലോസ് റോമാ ലേഖനത്തിൽ പറയുന്നുണ്ട് സുവിശേഷത്തെക്കുറിച്ച് എനിക്ക് ലജ്ജയില്ല എന്ന് പറയുന്നുണ്ട്. നമ്മളിത് കാണാപ്പാടമൊക്കെ പഠിക്കുന്ന വാക്യങ്ങളാണ്. എന്നാൽ ആ സുവിശേഷത്തെക്കുറിച്ച് ലജ്ജിക്കാത്ത അവസ്ഥയുടെ കാരണം, അല്ലെങ്കിൽ അതിന്റെ മഹത്വം എന്ന് പറയുന്നത് പൗലോസ് ഈ വാക്യങ്ങളിൽ വ്യക്തമായിട്ട് ആലേഖനം ചെയ്ത് തന്നിട്ടുണ്ട്. ഈ വാക്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചൊന്ന് പഠിച്ചു കഴിഞ്ഞാൽ എത്ര മനോഹരമായിട്ടാണ് പൗലോസ് സുവിശേഷത്തെ ഉൾക്കൊണ്ടത് എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അല്ലെങ്കിൽ പൗലോസ് ഈ സുവിശേഷ സന്ദേശത്തെ തിമോഥെയോസിലേക്ക് കൈമാറ്റം ചെയ്യുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ഞാൻ പറഞ്ഞ പോലെ ആ ദീപശിഖ കൈമാറ്റം ചെയ്യുമ്പോൾ ആ കൈമാറ്റം ചെയ്യപ്പെടുന്ന ദീപശിഖയുടെ മഹത്വം അതെത്ര പ്രാധാന്യമുള്ളതാണ് എന്ന് ആ മേടിക്കുന്ന വ്യക്തി അറിഞ്ഞിരിക്കണം. എങ്കിൽ മാത്രമേ അത് ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യുവാനായിട്ട് ഇടയാകുകയുള്ളൂ. നമ്മുടെയൊക്കെ വിശ്വാസ ജീവിതത്തിൽ നമ്മൾ പ്രാപിച്ചിരിക്കുന്ന വിശ്വാസത്തിന്റെ മഹത്വം നമുക്ക് വേണ്ടുവോളം മനസ്സിലാക്കാൻ കഴിയാത്തത് കൊണ്ടാണ് നാം പലപ്പോഴും മറ്റു മനുഷ്യരെ പോലെ, ലോക മനുഷ്യരെ പോലെ ജീവിക്കുന്നത്.
ഇതുപോലെ തന്നെയാണ് സുവിശേഷ ദൗത്യവും എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ആ വാക്യങ്ങളോട് ഒന്ന് സഞ്ചരിക്കുമ്പോൾ നമുക്ക് ആ വിഷയം വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ഇവിടെ 8-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ നമ്മൾ വായിക്കുന്നത്, അതുകൊണ്ട് നമ്മുടെ കർത്താവിന്റെ സാക്ഷ്യത്തെയും അവന്റെ ബദ്ധനായ എന്നെയും കുറിച്ച് ലജ്ജിക്കാതെ സുവിശേഷത്തിനായി ദൈവശക്തിക്ക് ഒത്തവണ്ണം നീയും എന്നോടുകൂടെ കഷ്ടം സഹിക്കുക. ഒരു വാക്കില്, ഒരു സെന്റൻസിൽ താൻ ഒത്തിരി കാര്യങ്ങൾ അങ്ങ് പറഞ്ഞ് പിടിപ്പിച്ചിട്ടുണ്ട്. എന്ന് പറയുന്നത് നമ്മൾ ആ വിഷയത്തെ ആ വാക്യത്തെ ഒന്ന് വലിച്ചു കീറി ഒന്ന് വിഭജിച്ച് പഠിക്കുമ്പോൾ നമുക്ക് അതിന്റെ ആശയം ശരിയായ നിലയിൽ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. നമ്മൾ കാഷ്വലായിട്ട് അങ്ങ് വായിച്ചു പോയി കഴിഞ്ഞാൽ കർത്താവിന്റെ സാക്ഷ്യത്തെയും പൗലോസിനെയും ബദ്ധനായി എന്നെയും കുറിച്ച് ലജ്ജിക്കാതെ നീ സുവിശേഷത്തിനായി ദൈവശക്തിക്ക് ഒത്തവണ്ണം പോരാടണം എന്ന് പറയും കാഷ്വൽ റീഡിങ്ങിലേക്ക് പോകും. എന്നാൽ നമ്മൾ ആ ഓരോ വാക്കുകളെയും ഒന്ന് പരിശോധിച്ചു കഴിഞ്ഞാൽ പൗലോസ് എത്ര ഹൃദ്യമായിട്ടാണ് തിമത്യോസിന് തന്റെ സുവിശേഷ ദർശനത്തെ പകർന്നു കൊടുക്കുന്നത് എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഇവിടെ 2 കാര്യങ്ങളാണ് പ്രധാനമായിട്ട് എടുത്തു പറയുന്നത്. 8-ാം വാക്യത്തിലെ പ്രധാന വിഷയം, അല്ലെങ്കിൽ 8 മുതൽ 14 വരെയുള്ള വാക്യങ്ങളിലെ പ്രധാന വിഷയം നീ ലജ്ജിക്കരുത് എന്നുള്ള വിഷയമാണ്. സുവിശേഷത്തെ കുറിച്ച് നീ ലജ്ജിക്കരുത്. 2 കാര്യങ്ങൾ അവിടെ എടുത്തു പറയുന്നു. ഒന്ന്, കർത്താവിന്റെ സാക്ഷ്യത്തെ കുറിച്ച് ലജ്ജിക്കരുത്. 2, അവന്റെ ബദ്ധനായ എന്നെ കുറിച്ചും ലജ്ജിക്കരുത്. ലജ്ജിക്കരുത് എന്നുള്ള വാക്കിന് പല നിലകളിലുള്ള ആശയങ്ങളുണ്ട്. ഇവിടെ ഈ സുവിശേഷം പറയുന്നതിനോടുള്ള വലിയ സുവിശേഷ സംബന്ധമായി അല്ലെ കർത്താവ് നിമിത്തം ഒരു വിശ്വാസിക്ക് ഉണ്ടാകുന്ന, ഹൃദയത്തിൽ ഉണ്ടാകുന്ന പിൻവലിക്കലിന്റെ അനുഭവം. അത് പിൻവലിക്കലിന്റെ അനുഭവം എന്ന് പറയാൻ ഞാൻ അങ്ങനെ പറയുന്നതിന് കാരണം, ഈ വാക്യത്തിന്റെ സന്ദർഭത്തിൽ 2-ാം ഭാഗത്ത് കൊടുക്കുന്ന ഒരു വിഷയം നീ എന്നോട് കൂടെ കഷ്ടം സഹിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇവിടുത്തെ കേന്ദ്ര വിഷയം എന്ന് പറയുന്നത് കഷ്ടം സഹിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ ലേഖനം, അതായത് 2-ാം ലേഖനം 1-ാം അധ്യായത്തിൽ പൗലോസ് എടുത്തു പറയുന്ന വിഷയം ക്രിസ്തീയ വിശ്വാസത്തിൽ, ക്രിസ്തീയ ജീവിതത്തിൽ ഒരു വിശ്വാസി കടന്നു പോകുന്ന കഷ്ടതയുടെ പ്രാധാന്യവും അതുകൊണ്ടുണ്ടാകുന്ന ഇഫക്റ്റ്, അതിന്റെ ഫലവും എന്താണ് എന്ന് വ്യക്തമായിട്ട് പ്രതിപാദിക്കുക. നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ കഷ്ടത്തിലൂടെ കടന്നു പോകുന്നുണ്ട്, പലവിധ കഷ്ടതകൾ. അതിൽ കഷ്ടത്തിന്റെ ഒരു പ്രത്യേകത എന്ത് എന്ന് ഇവിടെ പ്രത്യേകമായിട്ട് പറയുക. ഈ വാക്യം അദ്ദേഹം നമ്മൾ ശ്രദ്ധിച്ച് പഠിച്ചാൽ ഒരു കാര്യം നമുക്ക് മനസ്സിലാകും. 1-ാം നൂറ്റാണ്ടിൽ ക്രിസ്തീയ വിശ്വാസികൾ കടന്നു പോകുന്നത് തീച്ചൂളയുടെ അനുഭവത്തിൽ കൂടിയാണ്. പലരെയും ജീവനോടെ ചുട്ടുകൊന്നും മൃഗത്തിന്റെ തോലിൽ പൊതിഞ്ഞൊക്കെ വളരെ ക്രൂരമായ പീഡനങ്ങളാണ് 1-ാം നൂറ്റാണ്ടിൽ നീറോ ചക്രവർത്തിയുടെ കാലത്തൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ഒരു കാലഘട്ടത്തിൽ, അതായത് ആദ്യകാലങ്ങളിൽ ക്രിസ്തീയ വിശ്വാസികൾ അഭിമുഖീകരിക്കേണ്ടി വന്ന കഷ്ടതയുടെ നടുവിൽ അവർക്ക് സംഭവിച്ച ഒരു പരാജയത്തെ പൗലോസ് പ്രത്യേകിച്ച് എടുത്തു കാണിക്കുന്നത്. അതുകൊണ്ടാണ് നീ സുവിശേഷത്തെ കുറിച്ച് ലജ്ജിക്കരുത് എന്ന് പറയുന്നത്. അതിനെ 15-ാം വാക്യത്തിൽ വരുമ്പോൾ അവിടെ നമ്മൾ എടുത്തു വായിക്കുന്ന ഒരു വിഷയമുണ്ട്. ആസ്യക്കാർ എല്ലാവരും എന്നെ വിട്ടു പൊയ്ക്കളഞ്ഞു എന്നു നീ അറിയുന്നുവല്ലോ, ഫുഗലോസും ഹെർമോഗനോസും ആ കൂട്ടത്തിലുള്ളവർ ആകുന്നു. അപ്പൊ നമ്മൾ ഇത് വായിച്ചു കഴിഞ്ഞാൽ പൗലോസിന് വിട്ട് അവർ പോയെന്നൊരു ചിന്തയെ നമുക്ക് ഉണ്ടാകത്തുള്ളൂ. എന്നാൽ ഈ വാക്യം 8-ാം വാക്യോടെ ചേർത്ത് പഠിക്കുമ്പോൾ ഒരു കാര്യം വ്യക്തമാണ്. പൗലോസ് റോമൻ കാരാഗ്രഹ, പൗലോസിന് കൂടെ ശുശ്രൂഷ രംഗത്ത് വളരെ ആക്റ്റീവായിട്ട് നിന്ന 2 വ്യക്തികളാണ് ഈ ഫുഗലോസും ഹെർമഗനോസും. പൗലോസിനോട് ശുശ്രൂഷ രംഗത്ത് വളരെ, ഈ തിമത്യോസിനെ പോലെയും മറ്റ് ശിഷ്യന്മാരെ പോലെയും ചേർന്ന് നിന്ന് ശുശ്രൂഷ രംഗത്ത് ഫലകരമായി ആക്റ്റീവായി നിന്ന വ്യക്തികളെ ഇവര് 2 പേര്. പിന്നെ ആസ്യക്കാരായുള്ള വിശ്വാസികൾ അനേകരും വിട്ടുപോയി എന്ന് പറയുന്നത്. പൗലോസ് സുവിശേഷ നിമിത്തം ജയിലറയ്ക്കുള്ളിലേക്ക് പോയപ്പോൾ പൗലോസിനോട് കൂടെ ഐഡന്റിഫൈ ചെയ്താൽ എന്തു സംഭവിക്കും? ഇവരെയും പിടിച്ച് ജയിലിലിടും എന്നൊരു സാഹചര്യം, സന്ദർഭം മുന്നിൽ കണ്ടപ്പോൾ ഇവരെന്ത് ചെയ്തു? പൗലോസിനെ വിട്ടുപോയി. നമ്മൾ പത്രോസിനെ നമ്മൾ കാണുന്നുണ്ട്. കർത്താവിനെ യഹൂദന്മാര് പിടിച്ച പടയാളികൾ പിടിച്ചു കൊണ്ടുപോകുമ്പോൾ അവിടെ ഇവനും അവന്റെ കൂട്ടത്തിലുള്ളവനെന്ന് പറയുമ്പോൾ പത്രോസ് 3 പ്രാവശ്യം തള്ളി പറയുന്നുണ്ട്. ഇതൊക്കെ ഒരു തള്ളി പറഞ്ഞു എന്ന് മാത്രം പറഞ്ഞ് നമ്മൾ ചിന്തിച്ചു പോകുന്ന ഒരു അനുഭവം. എന്തുകൊണ്ടാണ് പത്രോസ് തള്ളി പറയുവാനായിട്ടുള്ള കാരണം? ഈവൻ ഈ നസ്രായന്റെ കൂടെയാണ് പത്രോസ് എന്നുള്ള കാര്യം യഹൂദന്മാർക്ക് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഇവര് പിടിച്ചു ക്രൂശിക്കും എന്നൊരു ഭയം ഒരു നിമിഷം ഈ പത്രോസിന്റെ ഹൃദയത്തിൽ വന്നപ്പോഴാണ് ഞാൻ ഈ മനുഷ്യനെ അറിയുന്നില്ല എന്ന് പറയുവാനായിട്ട് ഇടയായത്. ഇതുപോലെ തന്നെ ഈ പൗലോസിനോട് കൂടെ ശുശ്രൂഷ രംഗത്ത് പൗലോസിന്റെ സുവിശേഷം കേട്ട് പൗലോസിനെ വിശ്വസിച്ച് സഭയോട് ചേർന്ന് സുവിശേഷ പ്രവർത്തനങ്ങളൊക്കെ ആക്റ്റീവായിട്ട് നിന്ന വിശ്വാസികൾ പലരും പൗലോസ് ബന്ധനസ്ഥനായപ്പോൾ, കാരാഗൃഹത്തിലായപ്പോൾ പൗലോസിനെ വിട്ടുപോയി കളഞ്ഞു. അതിന് കാരണമായിട്ട് പൗലോസ് പറയുന്നത് അവർ കർത്താവിനെ കുറിച്ചും കർത്താവിന്റെ സാക്ഷ്യത്തെ കുറിച്ചും എന്നെ കുറിച്ചും അവർ ലജ്ജിച്ചു എന്നുള്ളതാണ്. അപ്പോൾ ഈ ലജ്ജയുടെ ആ വിഷയം, ആ പ്രാധാന്യം ഇവിടെ പൗലോസ് പ്രത്യേകം എടുത്ത് പറയുന്നതിൽ നമ്മൾ ചില കാര്യങ്ങൾ ഉൾക്കൊള്ളുവാനായിട്ട് നമുക്ക് ആവശ്യമുണ്ട്. എന്തുകൊണ്ടാണ് ഈ ആളുകൾ
ഇവരെ വിട്ടുപോയത്. അവർ മനുഷ്യരെ ഭയന്നു എന്നുള്ളതാണ്. നമ്മൾ സദൃശ്യവാക്യം 29ന്റെ 25 വരുമ്പോൾ മാനുഷ ഭയം ഒരു കെണിയാകുന്നു എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പോൾ വിശ്വാസ ജീവിതത്തിൽ ഇവരുടെ സമുദായം വിട്ട്, സമൂഹം വിട്ട്, സുവിശേഷം കേട്ട് കർത്താവിൽ വിശ്വസിച്ച് ഇവർ മുമ്പോട്ട് വന്നു എങ്കിലും മനുഷ്യരാലുള്ള പേടി നിമിത്തം ഇവർ കർത്താവിന്റെ സാക്ഷികളാണ് എന്ന് പറയുന്നതിലും പൗലോസിന്റെ സഹപ്രവർത്തകരാണ്, കൂടെയുള്ളവരാണ് എന്ന് പറയുന്നതിലും അവർ ലജ്ജിക്കുകയും അവർ വിട്ടുപോവുകയും ചെയ്യുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അപ്പോൾ മാനുഷ ഭയം ഒരു കെണിയാണ് ഇന്നത്തെ സമൂഹത്തിൽ നാം ജീവിക്കുമ്പോഴും വിശ്വാസ ലോകത്തിൽ, പ്രത്യേകിച്ചും യുവതലമുറകൾ അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയൊരു പ്രശ്നമാണ് നമ്മളെ തന്നെ വിശ്വാസിയായിട്ട് ഐഡന്റിഫൈ ചെയ്യുക എന്നുള്ളത്. ഇന്ന് മറ്റുള്ളവരെ പോലെ എല്ലാവിധ വേഷവിധാനങ്ങളും അണിയണമെന്നൊരു ചിന്ത നമ്മുടെ മക്കളിൽ, അല്ലെങ്കിൽ നമ്മുടെ മക്കളിൽ, നമ്മുടെ കുഞ്ഞുങ്ങളിൽ, യുവാക്കന്മാരിൽ, യുവതികളിൽ കടന്നു വന്നത് ഈ ഒരു ഭയം നിമിത്തം. കർത്താവിനോടുകൂടെ ഐഡന്റിഫൈ ചെയ്യുവാൻ, അല്ലെങ്കിൽ വേർപെട്ട ദൈവമക്കളോടുകൂടെ, വേർപാടും വിശുദ്ധിയും സൂക്ഷിക്കുന്ന ദൈവമക്കളോടുകൂടെ തങ്ങളെ തന്നെ ചേർത്ത് നിർത്തി കാണിക്കുവാനായിട്ട് അവർക്ക് ലജ്ജ തോന്നുന്നു എന്നുള്ളതാണ്. അങ്ങനെ പറയുമ്പോൾ പലർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാകാം. ഞങ്ങൾക്ക് അങ്ങനെ ലജ്ജയൊന്നുമില്ല, അതുകൊണ്ട് ഞങ്ങൾ ജസ്റ്റ് അങ്ങ് ചേർന്ന് പോകുന്നു എന്നേ ഉള്ളൂ എന്ന് നമ്മൾ പറയും. എന്നാൽ ഇവിടെ ദൈവത്തിന്റെ ആത്മാവ് പൗലൂസിലൂടെ തിമോഥെയോസിനെ വ്യക്തമായിട്ട് ഓർപ്പിക്കുന്ന ഒരു വിഷയം, ഈ ആസ്യക്കാരെല്ലാവരും ഹുഗനോസും ഹർമഗനോസും എന്നെ വിട്ടുപോയത് മാനുഷഭയം നിമിത്തമാണ്. അവർ സുവിശേഷത്തെക്കുറിച്ച് ലജ്ജിച്ചതുകൊണ്ട്, കർത്താവിന്റെ സാക്ഷ്യത്തെക്കുറിച്ച് ലജ്ജിച്ചതുകൊണ്ട്, ദൈവസഭയെക്കുറിച്ച് ലജ്ജിച്ചതുകൊണ്ട് അവർ പിന്മാറിപ്പോയി എന്നുള്ളതാണ്. അപ്പോൾ നമ്മളൊരു നിസ്സാര കാര്യമാണ് ചെയ്യുന്നത്. നമ്മൾ അല്പം ഒന്ന് നമ്മളെ തന്നെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി ഒരു കാര്യം ചെയ്യുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ആ വിഷയത്തെ വളരെ ഗൗരവത്തോടെയാണ് കാണുന്നത്. നമ്മൾ മത്തായി സുവിശേഷം 13-ാം അധ്യായം 21-ാം വാക്യം, നമുക്ക് ഈ വാക്യങ്ങളൊക്കെ നന്നായിട്ട് അറിയുന്ന വാക്യങ്ങളാണ്. ഒത്തിരി വിശദീകരണത്തിലേക്ക് പോകുന്നില്ല, എങ്കിലും ആ വാക്യങ്ങൾ ഒന്ന് വായിച്ച് മുന്നോട്ട് പോകാം. മത്തായി സുവിശേഷം 13-ാം അധ്യായം 21-ാം വാക്യം. അവിടെ ദൈവത്തിന്റെ ആത്മാവ് പ്രത്യേകമായി എടുത്തു പറയുന്ന ഒരു കർത്താവ് പറയുന്ന ഒരു ഉപമയാണ് അവിടുത്തെ വിഷയം. വചനം വിതച്ചു, പല സ്ഥലങ്ങളിൽ, പാറസ്ഥലത്തും മുള്ളിനിടയിലും വഴിയരികിലൊക്കെ വീണു. ഇതാണ് ആ സന്ദർഭം. അതിനകത്ത് 20-ാം വാക്യത്തിൽ നമ്മൾ പറയുന്നത്, അതിന്റെ 20-21, പാറസ്ഥലത്ത് വിതയ്ക്കപ്പെട്ടതോ ഒരുത്തൻ വചനം കേട്ടിട്ട് ഉടനെ സന്തോഷത്തോടെ കൈക്കൊള്ളുന്നത് ആകുന്നു എങ്കിലും വേരില്ലായികയാൽ അവൻ ക്ഷണികനത്രേ. വചനം നിമിത്തം ഞെരുക്കമോ ഉപദ്രവമോ നേരിട്ടാൽ അവൻ ക്ഷണത്തിൽ ഇടറിപ്പോകുന്നു. അപ്പോൾ ഇവിടെ ദൈവത്തിന്റെ ആത്മാവ് ഓർപ്പിക്കുന്ന ഒരു വിഷയം, നമ്മുടെ ഉള്ളിൽ പതിയുന്ന ദൈവവചനത്തിന്റെ സ്വാധീനം അത് എത്ര ആഴത്തിൽ പതിഞ്ഞു എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ദൈവവചനം നമ്മളിൽ ക്രിയ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ അനേക വിശ്വാസികളും, നമ്മൾ ഓർക്കണം, 1-ാം നൂറ്റാണ്ടിൽ പീഡനങ്ങളും പ്രയാസങ്ങളും പ്രതികൂലങ്ങളും ഒത്തിരി ഉയർന്നു വരുന്ന ഒരു കാലഘട്ടത്തിൽ പൗലോസിനെ, സുവിശേഷം കേട്ട് പൗലോസിനെ പിൻചെന്ന പല വിശ്വാസികളും അവരുടെ വിശ്വാസ ജീവിതത്തിൽ കഷ്ടതകളെ മുൻകണ്ടു കഴിഞ്ഞപ്പോൾ അവർ പൗലോസിനെ വിട്ടിട്ട് പോയി. ഇവിടെ പൗലോസിനെ അവർ പൗലോസിനെ വിട്ടിട്ടാണ് പോയത്. അവർ കർത്താവിനെ തള്ളിക്കളഞ്ഞിട്ടൊന്നുമില്ല. പൗലോസ് എൻ്റെ കൂടെ നിൽക്കുന്ന, അല്ല പൗലോസ് ചെയ്യുന്ന, പൗലോസിനോട് കൂടെയാണ് ഞങ്ങളും നിൽക്കുന്നത്, അല്ലെ പൗലോസിന്റെ സാക്ഷ്യത്തിന് ഞങ്ങൾ സാക്ഷികളാണ് എന്ന് പറയുന്നതിൽ അവരെ സ്വല്പം ഒന്ന് പിൻവലിഞ്ഞ അത്രയേ ഉള്ളൂ. അത് വലിയ പ്രശ്നമായിട്ട് ഇന്നത്തെ നമ്മുടെ കാഴ്ചപ്പാടിൽ നോക്കുമ്പോൾ വലിയ പ്രശ്നമല്ല. എന്നാൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അപ്പോസ്തലനായ പൗലോസ് മുഖാന്തരം അവിടെ എടുത്തുദ്ധരിക്കുന്ന വാക്ക് നമ്മൾ ശ്രദ്ധിക്കണം. നമ്മുടെ കർത്താവിന്റെ സാക്ഷ്യത്തെയും അവന്റെ ബദ്ധനായ എന്നെയും കുറിച്ച് നീ ലജ്ജിക്കാതെ. ഇവിടെ തിമോഥെയോസിനോട് ഫോക്കസ് ചെയ്ത് പറയുന്ന ഒരു വിഷയം, നീ ലജ്ജിക്കരുത്, മറ്റു പലരും ചെയ്തതുപോലെ നീ ലജ്ജിക്കരുത്. അപ്പോൾ ദൈവവചനം നമ്മൾ കേൾക്കുന്നുണ്ട്, നമ്മുടെ കുഞ്ഞുങ്ങൾ പലരും രക്ഷിക്കപ്പെടുന്നുണ്ട്, ഏറ്റുപറഞ്ഞ് സ്വീകരിക്കുന്നുണ്ട്. അവരുടെ രക്ഷയൊന്നും ഞാൻ ചോദ്യം ചെയ്യില്ല. പക്ഷെ ഈ വചനം എത്രത്തോളം ആഴത്തിൽ പതിഞ്ഞു എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് അവരുടെ ആത്മീയ വളർച്ച നിലനിൽക്കുന്നത്. അപ്പൊ ലോകത്തോട് ചേർന്ന് പോകുവാൻ നമ്മുടെ കുഞ്ഞുങ്ങൾ കൂടുതൽ പ്രവണത കാണിക്കുന്നെങ്കിൽ രക്ഷയുടെ വചനം അവരിൽ വേണ്ടത്ര ആഴത്തിൽ പതിഞ്ഞിട്ടില്ല എന്ന് മനസ്സിലാക്കുവാൻ മാതാപിതാക്കൾക്കും ശുശ്രൂഷകന്മാർക്കും കഴിയണം. ഏറ്റുപറഞ്ഞു, കൈപൊക്കി സ്വീകരിച്ചു എന്നതിന്റെ അടിസ്ഥാനത്തിൽ സ്നാനപ്പെടുത്തി സഭയിലെ അംഗമാക്കി നമ്മൾ മുന്നോട്ട് പോയാൽ സംഭവിക്കുന്ന വിഷയം വലിയ ഗുരുതരമായ പ്രശ്നത്തിൽ അവർ ചെന്നപ്പെടും എന്നുള്ളതാണ്. കർത്താവിനെ തള്ളിക്കളഞ്ഞു പോകുന്നതിന് സമമാണ് ഈ ലോകത്തിലേക്കുള്ള ഇറങ്ങിപ്പോക്ക്. അതാണ് പൗലോസ് അപ്പോസ്തലൻ ദൈവാത്മാവിൽ പറഞ്ഞു വരുന്ന വിഷയം. അതിന്റെ ഗൗരവം അത്ര. അത് നമ്മൾ മത്തായി സുവിശേഷത്തിൽ കർത്താവിന്റെ വാക്കിൽ തന്നെ അത് പറയുന്നത്, അവർ കേട്ട വചനം അവരുടെ ഉള്ളിൽ പതിഞ്ഞിട്ടുണ്ട്, പക്ഷെ അത് പാറസ്ഥലത്ത്, അധികം വേരില്ലാത്ത സ്ഥലത്ത്, വേര് ഇറക്കുവാൻ, വേര്
ആഴ്ത്തുവാൻ സാധിക്കാത്ത ഒരു സാഹചര്യത്തിലാണ് ആ വചനം വീണിരിക്കുന്നത്. അതുകൊണ്ട് അവർ രക്ഷിക്കപ്പെട്ടു, ഒരാവേശത്തിൽ അവർ ഏറ്റുപറഞ്ഞു സ്വീകരിച്ചു. എങ്കിലും ആ വചനം ഉള്ളിൽ ചെല്ലുമ്പോൾ സംഭവിക്കേണ്ട പരിവർത്തനങ്ങളെ കുറിച്ച് വേണ്ടത്ര ഗ്രാഹ്യം അവർക്കില്ല. അതുകൊണ്ട് വേർപാട് എന്ന് പറയുന്നതും വിശുദ്ധി എന്ന് പറയുന്നതും വചന ഉപദേശങ്ങൾ എന്ന് പറയുന്നതും വചന സത്യങ്ങൾ എന്ന് പറയുന്നതും അവർക്കൊരു അനാവശ്യ വസ്തുവായിട്ട് തോന്നും. ഇന്ന് നമ്മുടെ ഈ സമൂഹത്തിൽ പലർക്കും ഉപദേശം കേൾക്കുന്നത് ഇഷ്ടമല്ല, ഉപദേശമേ ഇഷ്ടമല്ല. പ്രത്യേകിച്ച് യുവതലമുറയ്ക്ക് എന്നെ ആരും ഉപദേശിക്കേണ്ട, ഞാൻ എല്ലാം തികഞ്ഞവരാണെന്നൊരു കൺസെപ്റ്റാണ്. എന്നാൽ ഇവിടെ തിമത്യോസും ഇതേ ഒരു പ്രായത്തിലാണ് നിൽക്കുന്നത് എന്ന് നാം ഓർക്കണം. ഈ യൗവന പ്രായക്കാരനായിരിക്കുന്ന തിമത്യോസിനെ പൗലോസ് ഓർപ്പിക്കുന്ന ഒരു വിഷയം അതിന് മുമ്പത്തെ വിഷയത്തോട് ചേർത്താണ് ആ വിഷയം നിൽക്കുന്നത്. അതുകൊണ്ടാണ് ആ വിഷയം നമ്മൾ ചേർത്ത് പഠിക്കുമ്പോഴാണ് വിഷയം മനസ്സിലാകുക. മർക്കോസിന്റെ സുവിശേഷത്തിൽ 8:38 വരുമ്പോൾ വാക്യങ്ങളൊക്കെ നമുക്ക് അറിയാവുന്ന വാക്യമാണ്. നിങ്ങൾ എന്നെ കുറിച്ച് പറയുവാനായിട്ട് ലജ്ജിച്ചാൽ പിതാവിന്റെ മുമ്പിൽ നിങ്ങൾ ഏറ്റുപറയാൻ ഞാനും ലജ്ജിക്കും എന്നതാണ് ആ വാക്യം. മർക്കോസ് 8:38. അപ്പോൾ ഇവിടെ മാനുഷ്യ ഭയം മൂലം ഈ വിശ്വാസികൾ കർത്താവിന്റെ സാക്ഷികളാണെന്ന് പറയുവാനും പൗലോസിനോടുകൂടെ ഐഡന്റിഫൈ ചെയ്യുവാനും അവര് ലജ്ജിച്ചു. അതുകൊണ്ട് പൗലോസിനെ വിട്ട് അവർ പിൻവാങ്ങിപ്പോയി. മരണത്തെ പേടിച്ച്, താൽക്കാലികമായ ഉപദ്രവങ്ങളെ പേടിച്ച്, ഭീഷണിയെ ഭയന്ന് അവർ പിന്മാറിപ്പോയി. ഈ പിന്മാറിപ്പോക്കലിൽ പല സംഭവങ്ങൾ നടക്കുന്നുണ്ട്. അതാണ് അതിന്റെ ഗൗരവം എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് പൗലോസ് ഇത്ര ഗൗരവമായിട്ട് ആസ്യക്കാർ പലരും പിൻവാങ്ങിപ്പോയി എന്ന് പറയുന്നത്? പൗലോസ് ഒരു നോർമൽ സെന്റൻസ് ആയിട്ടല്ല പറയുന്നത്. നമ്മൾ പൗലോസിന്റെ ഹൃദയത്തെ ശരിക്കൊന്ന് കാണണം. ഈ ആസ്യക്കാർ എന്നെ വിട്ടുപോയി എന്ന് നീ അറിയുന്നുവല്ലോ എന്ന് പറയുമ്പോൾ പൗലോസിന്റെ ഹൃദയം ശരിക്കും മെൽറ്റ് ആകുന്നുണ്ട്, ഉരുകുന്നുണ്ട്. അവരെ കുറിച്ചുള്ള ഭാരം പൗലോസിനുണ്ട്. അവർ വിശ്വാസത്തിന്റെ ട്രാക്ക് തന്നെ വിട്ട് പിന്മാറ്റത്തിന്റെ അവസ്ഥയിലേക്ക് പോകുന്ന ഒരവസ്ഥ. അപ്പോൾ അവർ രക്ഷിക്കപ്പെട്ടവരാണോ രക്ഷച്ചോദ്യം ചെയ്യാൻ നമുക്ക് ഉത്തരവാദിത്തമില്ല. പക്ഷെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, വചനം ആഴത്തിൽ പതിയാതെ വൈകാരികമായിട്ട് കർത്താവിനെ സ്വീകരിച്ച പലരും ആഴത്തിൽ വേരൂന്നി മുളയ്ക്കാത്തത് കൊണ്ട് ക്ഷണത്തിൽ മുളയ്ക്കുകയും അതുപോലെ വേഗത്തിൽ തന്നെ ആ വിശ്വാസം നഷ്ടപ്പെട്ടു പോവുകയും ചെയ്യുന്ന അവസ്ഥയുണ്ട്. അതുകൊണ്ട് വളരെ ശ്രദ്ധയോടെ നമ്മൾ കൈകാര്യം ചെയ്യേണ്ട ഒരു വിഷയമാണ് ഇത്. ഈ മുമ്പോട്ടുള്ള വിഷയത്തിൽ ഇവിടെ പൗലോസ് ഞാൻ ആദ്യം ഓർപ്പിച്ചതുപോലെ സുവിശേഷത്തെക്കുറിച്ച് ലജ്ജിക്കരുത് എന്നുള്ളതാണ് ഇവിടെ പ്രത്യേകമായിട്ട് തിമത്യോസിന് പൗലോസ് കൊടുക്കുന്ന നിർദ്ദേശം. സുവിശേഷത്തെക്കുറിച്ച് ലജ്ജിക്കരുത് എന്ന ഒരു വാക്കിൽ നാം പറയുമ്പോൾ, ഈ സുവിശേഷം എന്ന് പറഞ്ഞാൽ നമ്മൾ ചെന്ന് യേശുക്രിസ്തു ക്രൂശിൽ മരിച്ചു, നീ പാപിയാണ്, യേശു ക്രൂശിൽ മരിച്ചു, വിശ്വാസത്താൽ നിനക്ക് പാപമോചനമുണ്ട് എന്ന് പറയുന്ന സന്ദേശം മാത്രമല്ല സുവിശേഷം. സുവിശേഷം എന്ന് പറഞ്ഞാൽ ക്രിസ്തീയ വിശ്വാസവും ക്രിസ്തീയ ജീവിതവുമാണ്. അതിന്റെ ആകെത്തുകയാണ് ഈ സുവിശേഷം എന്ന് പറയുന്നത്. അത് വ്യക്തമാകുന്നത് നമ്മൾ താഴോട്ടുള്ള വാക്യങ്ങൾ ശ്രദ്ധിച്ച് വായിക്കുമ്പോൾ നമുക്കത് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ഇതിന്റെ ആകെത്തുകയാണ് ഈ വിഷയം എന്ന് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ഇവിടെ 7 കാര്യങ്ങളാണ് പ്രധാനമായിട്ടും അപ്പോസ്തലൻ പൗലോസ് തിമത്യോസിന് സുവിശേഷത്തെക്കുറിച്ച് ലജ്ജിക്കാതിരിക്കുവാനായിട്ടുള്ള കാരണമായിട്ട് പറയുന്ന 7 കാര്യങ്ങളുണ്ട്. അപ്പൊ അത് നമ്മൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം. ഒന്നാമത്തെ വിഷയം, സുവിശേഷത്തെക്കുറിച്ച് ലജ്ജിക്കരുതെന്ന് പറഞ്ഞാൽ നിന്റെ വിശ്വാസത്തെക്കുറിച്ച് നീ ലജ്ജിക്കരുതെന്ന് ആശയം. സുവിശേഷത്തെ ഞാൻ സുവിശേഷം പറയാൻ പോകുന്ന എനിക്ക് ലജ്ജയില്ല എന്ന കൺസെപ്റ്റ് അല്ല സുവിശേഷത്തെക്കുറിച്ച് ലജ്ജിക്കരുത് എന്ന വാക്കിലുള്ളത് എന്ന് ഞാൻ പ്രാരംഭമായിട്ട് ഓർപ്പിക്കട്ടെ. സുവിശേഷം എന്ന് പറഞ്ഞാൽ ക്രിസ്തീയ വിശ്വാസത്തിന്റെയും ക്രിസ്തീയ ജീവിതത്തിന്റെയും ആകെത്തുകയാണ്. എന്ന് പറയാൻ ഒരു വ്യക്തി രക്ഷിക്കപ്പെടുന്നത് മുതൽ സുവിശേഷം കേൾക്കുന്ന നിമിഷം മുതൽ അവർ കർത്താവിന്റെ അടുക്കൽ ചേരുന്നത് വരെ എന്തൊക്കെ വിഷയങ്ങൾ അവന്റെ ആത്മീയ ജീവിതത്തോടുള്ള ബന്ധത്തിലുണ്ടോ, അവന്റെ പ്രായോഗിക ജീവിതത്തോടുള്ള ബന്ധത്തിലുണ്ടോ, ഇതിന്റെ എല്ലാം കൂടെ ആകെത്തുകയാണ് ഈ സുവിശേഷം എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ വളരെ ഗൗരവത്തോടെ കൈകാര്യം ചെയ്യേണ്ട ഒരു വിഷയമാണ് സുവിശേഷത്തെക്കുറിച്ച് ലജ്ജിക്കരുത് അല്ലെങ്കിൽ വിശ്വാസത്തെക്കുറിച്ച് ലജ്ജിക്കരുത് എന്ന് പറയും. അപ്പോൾ സുവിശേഷത്തെക്കുറിച്ച് ലജ്ജിക്കരുത് എന്ന് പറയുന്നതിനോടുള്ള ബന്ധത്തിൽ നമുക്ക് കുറച്ചുകൂടെ മനസ്സിലാകത്തക്ക നിലയിൽ നമ്മുടെ വിശ്വാസത്തെക്കുറിച്ച് നാം ലജ്ജിക്കരുത് എന്നാണ് അർത്ഥമാക്കുന്നത് എന്ന് നാം ഓർക്കുവാനായിട്ട് ആവശ്യമുണ്ട്. ഒന്നാമത്തെ വിഷയം, എന്തുകൊണ്ട് നാം നമ്മുടെ വിശ്വാസത്തെക്കുറിച്ച് ലജ്ജിക്കുവാനായിട്ട് ആവശ്യമില്ല? ന്യായങ്ങൾ പൗലോസാണ് നിരത്തുന്നത്. എന്തുകൊണ്ട് തിമത്യോസേ, നീ എന്തുകൊണ്ട്, ഇവര് പലരും പോയി, അവർ ലജ്ജിച്ചു, അവർക്ക് ഭയമുണ്ടായി, അവർ ഇത് വിട്ട് പിന്മാറിപ്പോയി. എന്നാൽ നീ അങ്ങനെ പോകുവാനായിട്ട് പാടില്ല. നിനക്കും പോകുവാനുള്ള ചാൻസസ് ഉണ്ട് എന്ന് പറഞ്ഞാൽ, എത്ര ഭക്തനായിട്ട് ജീവിച്ച വ്യക്തിയുടെയും ജീവിതത്തിൽ ഒരു നിമിഷം അവന്റെ മുമ്പിൽ വരുന്ന പ്രതിബന്ധങ്ങളുടെ മുമ്പാകെ ഈ വിശ്വാസത്തെക്കുറിച്ച് ലജ്ജിക്കുവാൻ, ഞാനൊരു ക്രിസ്ത്യാനി അല്ല എന്ന് ഐഡന്റിഫൈ ചെയ്യുവാനായിട്ടുള്ള പ്രവണത
ടെൻഡൻസി എല്ലാ വിശ്വാസികളിലുമുണ്ട്. എത്ര ശ്രേഷ്ഠന്മാരായ ശുശ്രൂഷകന്മാരിലും ഉണ്ടാകാം. നമ്മളെ തന്നെ സെപ്പറേറ്റ് ആയിട്ട് വേർപെട്ട ഒരു വ്യക്തിയായിട്ട് ക്രിസ്തുവിനോട് കൂടെ, ഞാൻ ക്രിസ്തുവിന്റെ കൂടെയാണ്, ഞാൻ ക്രിസ്തുവിന്റെ ശിഷ്യന്മാരുടെ കൂടെയാണ് എന്ന് തുറന്നു പറയുവാൻ അപ്പോസ്തലനായ പത്രോസിന് സാധിക്കാത്ത ഒരു നിമിഷം വന്നെങ്കിൽ, കർത്താവിനെ നേരിട്ട് കണ്ട് കർത്താവിനോട് കൂടെ സഞ്ചരിച്ച പത്രോസിന് അങ്ങനെ ഒരു അവസ്ഥ വന്നെങ്കിൽ നമുക്ക് വളരെയധികം. എന്നാൽ ഈ ഒരു അവസ്ഥയിൽ കടന്നു പോകാതെ തിമത്യോസിനെ പ്രൊട്ടക്ട് ചെയ്യുവാനായിട്ട് പൗലോസ് അപ്പോസ്തലൻ ദൈവാത്മാവിൽ തിമത്യോസിന് പറഞ്ഞു കൊടുക്കുന്ന അതിപ്രധാനമായ 7 വിഷയങ്ങളുണ്ട്. ഈ 7 വിഷയങ്ങളാണ് ഈ വാക്യങ്ങളിൽ. ഇതിനകത്ത് 7 സബായിട്ട് പിന്നെ ഒത്തിരി വിഷയങ്ങളുണ്ട്. ദൈവം വെച്ച് നമ്മളെ വിഷയങ്ങൾ സഞ്ചരിക്കാം. നമ്മുടെ വിശ്വാസ ജീവിതം ഒന്ന് ബലപ്പെടുത്തുവാൻ, കർത്താവിൽ ഉറച്ചു നിൽക്കുവാനായിട്ട് നമുക്കതൊരു മുഖാന്തരമായി തീരും. 7ാം വാക്യം അവസാനിക്കുന്നത്, നമ്മൾ 7ാം വാക്യത്തിൽ വായിച്ചത്, ഭീരുത്വത്തിന്റെ ആത്മാവിനെയല്ല, ശക്തിയുടെയും സ്നേഹത്തിന്റെയും സുബോധത്തിന്റെയും ആത്മാവിനെ അത്രേ ദൈവം നമുക്ക് തന്നത്. അപ്പോൾ 7ാം വാക്യം വരെ പൗലോസ് അപ്പോസ്തലൻ തിമത്യോസിനോട് ആമുഖമായി പറഞ്ഞു വന്ന് അവസാനിപ്പിച്ച വിഷയം എന്ന് പറഞ്ഞാൽ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ നിനക്ക് തന്നപ്പോൾ അത് സർവശക്തിയുടെയും ആത്മാവാണ്, അത് സുബോധത്തിന്റെ ആത്മാവാണ്, അത് സ്നേഹത്തിന്റെ ആത്മാവാണ്. അപ്പോൾ ഇവിടെ അതുകൊണ്ട് 8ാം വാക്യം ആരംഭിക്കുന്നത്, അതുകൊണ്ട് ഇങ്ങനെ ഒരു ആത്മാവിനെ നീ പ്രാപിച്ചിരിക്കൊണ്ട് എന്ത് ചെയ്യാനായിട്ട് പാടില്ല, കർത്താവിന്റെ സാക്ഷ്യത്തെക്കുറിച്ച് ലജ്ജിക്കുവാനായിട്ട് ആവശ്യമില്ല എന്ന് പറയുന്നു. എന്ന് പറഞ്ഞാൽ കർത്താവിന്റെ ആത്മാവിനെ, പരിശുദ്ധാത്മാവിനെ നാം പ്രാപിച്ചിരിക്കൊണ്ട് ആ ആത്മാവ് ശക്തിയുടെ ആത്മാവാണ്. നമ്മളെ പ്രൊട്ടക്ട് ചെയ്യുവാനായിട്ട്, നമ്മുടെ വിശ്വാസത്തെ പ്രൊട്ടക്ട് ചെയ്യുവാനായിട്ട് ശക്തനായ ഒരു പരിശുദ്ധാത്മാവിനെ, ദൈവത്തെയാണ് നാം പ്രാപിച്ചിരിക്കുന്നത്. ഈ ബോധ്യം പലപ്പോഴും നമ്മളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുമ്പോഴാണ് നമ്മൾ ലോകത്തിലേക്ക് ഇറങ്ങുന്നത്. എന്ന് പറഞ്ഞാൽ, ഞാൻ ഇവരോട് കൂടെ നിന്നാലേ എനിക്കൊരു നിലനിൽപ്പുണ്ടാകൂ എന്നുള്ള ചിന്ത. ഈ അഹറോൻ ഒരു ചിന്തയുണ്ടായി. അഹറോൻ എപ്പോഴും ബൈബിളിലെ പല കഥാപാത്രങ്ങളും നമ്മൾക്ക് മാതൃകയാണ്. എന്ന് പറഞ്ഞാൽ നമ്മുടെയൊക്കെ ഒരു ഫിഗറാണ് അവരൊക്കെ. ഈ വിഗ്രഹാരാധികളായ ഇസ്രായേൽ ജനം മിസ്രൈമ്യ ജനവുമായിട്ട് മിക്സപ്പ് ചെയ്ത് വിഗ്രഹത്തെ ഉണ്ടാക്കി ആരാധിക്കുവാനായിട്ട് നോക്കുമ്പോൾ, മലമുകളിൽ കയറിയിരിക്കുന്ന മോശയോടുകൂടെ ഐഡന്റിഫൈ ചെയ്യുന്നതിലും ബെറ്റർ ഈ ജനത്തോടുകൂടെ ചേർന്ന് അവർക്ക് അനുകൂലമായി നിൽക്കുന്നതാണ് എന്നൊരു ചിന്ത അഹറോനുണ്ടായി. ഇതുപോലെ തന്നെയാണ് ഇന്നത്തെ വിശ്വാസികളുടെ അവസ്ഥ. അപ്പോൾ ഇവിടെ തനിക്ക് ലഭിച്ചിരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ ശക്തിയെക്കുറിച്ച്, ദൈവാത്മാവിന്റെ ശക്തിയെക്കുറിച്ച്, ദൈവ നിയോഗത്തിന്റെ ശക്തിയെക്കുറിച്ച് മനസ്സിലാക്കാതെ, അതിനെക്കുറിച്ചുള്ള അറിവും ബോധവുമില്ലാതെ, തൻ്റെ ബലഹീന ജഡത്തിന്റെ ബലഹീനതയെ മുൻകണ്ടുകൊണ്ട് താൻ ഒരു സൊല്യൂഷൻ തന്റെ പ്രശ്നത്തിന് കാണില്ല. എന്നാൽ ഇവിടെ പൗലോസ് അപ്പോസ്തലൻ ഓർപ്പിക്കുക, തിമത്യോസേ, നിനക്ക് ഒത്തിരി ബലഹീനതയുണ്ട്, ശരിയാ, നീയും അവരെ പോലെ തന്നെ ഒരു ജഡത്തിൽ ജീവിക്കുന്നു, അവരെ പോലെ തന്നെ ഒരു അന്തരീക്ഷത്തിൽ പ്രശ്നങ്ങളുടെയും പ്രതികൂലങ്ങളുടെയും ആക്രമണങ്ങളുടെയും ഉപദ്രവങ്ങളുടെയും ഒക്കെ നടുവിലാണ് നീ നിൽക്കുന്നത്. പക്ഷെ നീ ഒരു കാര്യം ഓർക്കണം, നീ പ്രാപിച്ചിരിക്കുന്ന പരിശുദ്ധാത്മാവ് നിന്നെ ശക്തിപ്പെടുത്തുന്ന ആത്മാവ്, നിന്റെ വിശ്വാസത്തിൽ നിന്നെ ശക്തിപ്പെടുത്തുന്ന ആത്മാവാണ്. ആ വിശ്വാസത്തിന്റെ മഹത്വം മനസ്സിലാക്കുവാൻ വേണ്ടിയാണ് അവന്റെ അമ്മയുടെയും വല്യമ്മയുടെയും ഒക്കെ വിശ്വാസത്തെ പൗലോസ് എടുത്തു പറയുവാനായിട്ട് മുഖാന്തരമായി. ഇനി 2ാമത്തെ വിഷയം, 1ാമത്തെ വിഷയം, ഈ സുവിശേഷത്തെ കുറിച്ച് ലജ്ജിക്കാനായിട്ട് ആവശ്യമില്ലാത്ത 1ാമത്തെ വിഷയം, ഈ സുവിശേഷം അല്ലെ കർത്താവിന്റെ സാക്ഷ്യം നമ്മളിൽ ഫലമേൽപ്പിച്ചുകൊണ്ട് നമ്മളിൽ വസിക്കുന്നത് നമ്മെ സകലത്തിലും മീതെ ശക്തിപ്പെടുത്തുന്ന പരിശുദ്ധാത്മാവൻ ദൈവമാണ്. ആ ദൈവാത്മാവ് നമ്മിൽ വസിക്കുന്നത് കൊണ്ട് സുവിശേഷത്തെ കുറിച്ച് ലജ്ജിക്കുവാനായിട്ട് ആവശ്യമില്ല. ഇത് വിശദീകരിക്കുവാൻ ഒത്തിരിയുണ്ട്. നമുക്കറിയാം, പരിശുദ്ധാത്മാവിനെ ദൈവം കാര്യസ്ഥനായിട്ടാണ് അയച്ചത്. കർത്താവിന്റെ വരവോളം വിശ്വാസികളെ സകല സത്യത്തിലും വഴി നടത്തി കാത്തു സൂക്ഷിച്ച് പരിപാലിക്കുവാനായിട്ട് നിയോഗിക്കപ്പെട്ട കാര്യസ്ഥനാണ് പരിശുദ്ധാത്മാവ്. അതൊക്കെ വിശദീകരിച്ചാൽ ഒത്തിരി അനുഭവം നമുക്കറിയാവുന്നതുകൊണ്ട് അതിന്റെ വിശദീകരണത്തിലേക്ക് പോകുന്നില്ല. ഈ കാര്യസ്ഥനായ പരിശുദ്ധാത്മാവ് ശക്തനായതുകൊണ്ട് ഒന്നാമതായിട്ട് സുവിശേഷത്തെക്കുറിച്ച്, കർത്താവിന്റെ സാക്ഷ്യത്തെക്കുറിച്ച് ലജ്ജിക്കുവാനായിട്ട് ആവശ്യമില്ല. പൗലോസിനോട് കൂടെ ഐഡന്റിഫൈ ചെയ്യുവാനായിട്ട്, പൗലോസെ, ഞാനും ഈ പൗലോസിന്റെ കൂട്ടത്തിലുള്ളവൻ എന്ന് പറയുവാൻ ലജ്ജിക്കേണ്ട ആവശ്യമില്ല. ഞാനൊരു വിശ്വാസിയാണ് എന്ന് പറയുവാൻ, എന്ന് ലോകത്തിന് കാണിച്ചു കൊടുക്കുവാൻ ഒരു വിശ്വാസി ലജ്ജിക്കുന്നു എങ്കിൽ അതിന്റെ അർത്ഥം അവന്റെ ഉള്ളിൽ ആത്മനിറവില്ല എന്നാണെന്നാണ് ദൈവവചനം പറയുന്നത്. അവൻ ആത്മാവിനെ പ്രാപിച്ചിട്ടുണ്ട്. ആത്മനിറവെന്ന് പറഞ്ഞാൽ നമുക്കറിയാം, പരിശുദ്ധാത്മാവിനെ നിയന്ത്രിക്കപ്പെടുന്ന അനുഗ്രഹീത ജീവിതം
ഉള്ള വ്യക്തികളാണ് ആത്മനിറവിൽ ജീവിക്കുന്നവർ. അപ്പൊ ആത്മനിറവിന്റെ അനുഭവം ഒരു വ്യക്തിയിൽ ഇല്ലെങ്കിൽ അവൻ സുവിശേഷത്തെക്കുറിച്ച് ലജ്ജിക്കുവാനായിട്ടുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പൊ ഏതെങ്കിലും അവസരങ്ങളിൽ ഞാനൊരു ക്രിസ്ത്യാനിയാണ്, ഞാൻ ഒരു വിശ്വാസിയാണ്, ഞാൻ വേർപെട്ട ഒരു ദൈവ പൈതലാണ് എന്ന് കാണിക്കുന്നതിൽ നമുക്ക് ലജ്ജ തോന്നിയിട്ടുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം ദൈവവചനത്തിലും പരിശുദ്ധാത്മാവിലും നമ്മുടെ ആശ്രയം കുറഞ്ഞു, നമ്മുടെ ആത്മീക സമർപ്പണത്തിൽ വ്യത്യാസം വന്നു, വചനത്തിൽ ആഴത്തിൽ വേരൂന്നുന്ന അവസ്ഥയിൽ നിന്ന് നമ്മൾ പിന്മാറിയിരിക്കുന്നു, ക്ഷണീകന്മാരായി പെട്ടെന്നൊരു വിഷയം വരുമ്പോൾ തന്നെ പതറിപ്പോകുന്നു എന്നതാണ് അതിന് കാരണം. അത് പാടില്ല. തിമോഥെയോസിനോട് പറയുകയാണ്, നിന്റെ മുമ്പിൽ വലിയ പ്രശ്നങ്ങൾ. എന്തൊക്കെ പ്രശ്നങ്ങളാ? പുറമേ ഉപദ്രവമാ. സുവിശേഷം പറയുമ്പോൾ പുറത്തുള്ളവർ ഉപദ്രവിക്കും, സഭയിൽ വചനം പഠിപ്പിക്കുമ്പോൾ ദുരുപദേശകർ ഉപദ്രവിക്കും, ജഡികന്മാർ ഉപദ്രവിക്കും, സഭയ്ക്കുള്ളിലും ഉപദ്രവങ്ങളുണ്ട്, സഭയ്ക്ക് പുറത്തും ഉപദ്രവമുണ്ട്. ഇത് ഫേസ് ചെയ്യണമെങ്കിൽ, ഇത് അഭിമുഖീകരിക്കണമെങ്കിൽ വലിയ കൃപ ആവശ്യമാ, വളരെ പരിജ്ഞാനം ആവശ്യമാണ്. പരിജ്ഞാനം എന്തിനെ കുറിച്ചാ? തന്റെ നിയോഗത്തെക്കുറിച്ച്, തനിക്ക് ലഭിച്ച ദൗത്യത്തെക്കുറിച്ച്, തന്നിൽ വ്യാപരിക്കുന്ന ദൈവശക്തിയുടെ മഹത്വത്തെക്കുറിച്ച് വ്യക്തമായ ബോധ്യമുള്ള ഒരു വ്യക്തിക്ക് മാത്രമേ ഈ സാഹചര്യങ്ങൾക്ക് മുമ്പിൽ പിടിച്ചു നിൽക്കുവാനായിട്ട് കഴിയുകയുള്ളൂ. അപ്പൊ അതാണ് പൗലോസ് അപ്പോസ്തലൻ ഓർപ്പിക്കുന്ന വിഷയം. തിമോഥെയോസേ, നീ ശക്തിയുള്ള ആത്മാവിനെ പ്രാപിച്ചിരിക്കൊണ്ട് നീ കർത്താവിന്റെ സാക്ഷ്യത്തെക്കുറിച്ചും എന്നെക്കുറിച്ചും ലജ്ജിക്കുവാനായിട്ട് ആവശ്യമില്ല. ഇനി രണ്ടാമത്തെ വിഷയം നമുക്ക് അവിടെ കാണുവാനായിട്ട്, കഷ്ടത ദൈവം അനുവദിക്കുന്നതാണ് എന്ന് നീ മനസ്സിലാക്കണം. പല വിശ്വാസികളുടെയും ജീവിതത്തിൽ, നമുക്ക് എല്ലാ വിശ്വാസികളുടെയും ജീവിതത്തിൽ കഷ്ടത ഉണ്ടെന്നാണ് ദൈവവചനം പഠിപ്പിക്കുന്നത്. പക്ഷെ ചിലരുടെ ജീവിതത്തിൽ കഷ്ടത ഇച്ചിരി കൂടുതലാണ്. അപ്പോൾ സുവിശേഷ സംബന്ധമായി ഒത്തിരി പേര് സുവിശേഷം പ്രസംഗിക്കുന്നു, ഒത്തിരി പേര് വിശ്വാസികളായി ജീവിക്കുന്നുവെങ്കിലും ചില സുവിശേഷകന്മാരും ചില വിശ്വാസികളും കൂടുതൽ കഷ്ടതയിലൂടെ കടന്നു പോകുന്നുണ്ട്. അപ്പോൾ അങ്ങനെ പോകുമ്പോൾ നമ്മളെ ഭരിക്കേണ്ട ചിന്തയാണ് ദൈവത്തിന്റെ ആത്മാവ് ഇവിടെ ഓർപ്പിക്കുന്നത്. കഷ്ടതകൾ ദൈവം അനുവദിക്കുന്നു എന്നത് നമ്മൾ തിരിച്ചറിയണം. ഇവിടെ നമ്മൾ അതിന്റെ 8ന്റെ 2-ാം ഭാഗത്ത് വായിക്കുമ്പോൾ, സുവിശേഷത്തിനായി ദൈവശക്തിക്ക് ഒത്തവണ്ണം നീയും എന്നോടുകൂടെ കഷ്ടം സഹിക്കുക. അപ്പോൾ ഈ കഷ്ടം സഹിക്കുക എന്നുള്ളത് ഒരു സഭാ ശുശ്രൂഷകനെ സംബന്ധിച്ച്, ഒരു സുവിശേഷകനെ സംബന്ധിച്ച്, ഒരു ക്രിസ്തീയ വിശ്വാസിയെ സംബന്ധിച്ച് അടിസ്ഥാനപരമായിട്ടുള്ള ഒരു ക്വാളിഫിക്കേഷനാണ്. അവൻ കഷ്ടതയിലൂടെ കടന്നു പോകേണ്ടത് ആവശ്യമാണ്. ഈ കഷ്ടതയിലൂടെ കടന്നു പോകുമ്പോൾ പല നിലകളിൽ കഷ്ടം നമുക്കുണ്ടാവും. സുവിശേഷ നിമിത്തം ഉണ്ടാകും, ക്രിസ്തു നിമിത്തം, അത് രണ്ടും ആശയം ഒന്ന് തന്നെയാണ്. ഉപദേശ നിമിത്തം, തിരുവചന സത്യങ്ങൾക്ക് വേണ്ടി, ഉപദേശ സത്യങ്ങൾക്ക് വേണ്ടി നാം ഉറച്ച നിലപാടുകൾ വചനപ്രകാരം എടുക്കുമ്പോൾ അതികഠിനമായ ഉപദ്രവങ്ങളിൽ കൂടെ നാം കടന്നു പോകും. മാനസികവും ആത്മീകവും ശാരീരികവുമായ ഉപദ്രവങ്ങൾ നമ്മളെ എതിരേൽക്കുവാനായിട്ട് ഇടയായി. ചിലർക്ക് ഈ ഉപദ്രവിക്കുന്ന ഒരു പ്രത്യേക കൃപയാണ്, അവർക്ക് അതൊരു പ്രത്യേക ഹരമാണ്, ഉപദേഷ്ടാക്കന്മാരെ ഉപദ്രവിക്കേണ്ടതുള്ളൂ. പക്ഷെ ദൈവത്തിന്റെ ആത്മാവ് പറഞ്ഞ ഇതുണ്ട്, നീയും എന്നോടുകൂടെ കഷ്ടം സഹിതം. ഞാൻ പൗലോസിന് തിമോഥെയോസിന് കാണിച്ചു കൊടുക്കാനുള്ള ഒരു മാതൃകയാണ് സുവിശേഷത്തിനു വേണ്ടി, അല്ലെ ക്രിസ്തുവിന് വേണ്ടി, കർത്താവിന്റെ സാക്ഷ്യത്തിനു വേണ്ടി, ഉപദേശത്തിനു വേണ്ടി കഷ്ടം സഹിക്കുക എന്നുള്ളത്. അത് ഇന്നത്തെ കാലത്തും പ്രായോഗികമായിരിക്കുന്ന ഒരു വിഷയമാണ്. ഫിലിപ്പിയ ലേഖനം 1-ാം അധ്യായം 29-ാം വാക്യം, നമുക്ക് ഈ വാക്യങ്ങളൊക്കെ അറിയാവുന്നതാണ്, എങ്കിൽ ജസ്റ്റ് ഒന്ന് വായിച്ചങ്ങ് പോവാം. ഫിലിപ്പിയ ലേഖനം 1-ാം അധ്യായം 29-ാം വാക്യം. അവിടെ നമ്മൾ വായിക്കുന്നത്, ക്രിസ്തുയേശുവിൽ വിശ്വസിപ്പാൻ മാത്രമല്ല അവന് വേണ്ടി കഷ്ടം അനുഭവിപ്പാൻ കൂടെ വരം നൽകിയിരിക്കുന്നു. ഇതെല്ലാ വിശ്വാസികൾക്കും ഉള്ളതാണ്. ഈ വരം, കഷ്ടം അനുഭവിക്കുവാനുള്ള വരം. എന്നാൽ ഈ വരത്തിന്റെ പ്രത്യേകത, ഇതിനൊരു ഉദ്ദേശമുണ്ട്. അപ്പൊ ദൈവിക പദ്ധതിയാണെന്ത്? ഒരു വിശ്വാസി കഷ്ടം അനുഭവിക്കണം എന്നുള്ളത് ദൈവിക പദ്ധതിയാണ്. അതിന് ദൈവത്തിനൊരു ഉദ്ദേശമുണ്ട്. യാക്കോബിന്റെ ലേഖനം 1-ാം അധ്യായം 2-ാം വാക്യം. അവിടെ നമ്മൾ വായിക്കുന്നത്, യാക്കോബിന്റെ ലേഖനം 1-ാം അധ്യായം 2-ാം വാക്യം, നിങ്ങൾ വിവിധ പരീക്ഷകളിൽ അകപ്പെടുമ്പോൾ നിങ്ങളുടെ വിശ്വാസത്തിന്റെ പരിശോധന സ്ഥിരത ഉളവാക്കുന്നു എന്നറിഞ്ഞത് അശേഷം സന്തോഷമെന്ന് എണ്ണുവിൻ. അപ്പോൾ ഇവിടെ ദൈവത്തിന്റെ ആത്മാവ് പ്രത്യേകം ഓർപ്പിക്കുന്ന വിഷയം, എല്ലാ വിശ്വാസികൾക്കും കഷ്ടതയുണ്ട്, പല നിലകളിലാണെന്നേ ഉള്ളൂ. ആ കഷ്ടത ദൈവിക പദ്ധതിയാണെന്ന് മനസ്സിലാക്കുക. അപ്പൊ വിശ്വാസ സംബന്ധമായി നാം ചിലപ്പോൾ നമ്മുടെ വീട്ടിൽ നിന്ന് ഇറക്കി വിടാം, ചിലപ്പോൾ നമ്മുടെ സമൂഹത്തിൽ ഒറ്റപ്പെട്ടു പോകാം. ഞാനൊരു വിശ്വാസിയാണെന്ന് നമ്മൾ പറയുമ്പോൾ നാം പഠിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ നാം ഒറ്റപ്പെട്ടു പോകാം. ഇനി ഇതൊക്കെ പേടിച്ചിട്ടാണ് ആളുകൾ ഞാനൊരു വിശ്വാസിയാണ് എന്ന് കാണിക്കാൻ പോലും മടിച്ച്
അവിശ്വാസികളിൽ ഒരുവനെ പോലെ വേഷവിധാനങ്ങൾ ധരിച്ച് നമ്മുടെ കുഞ്ഞുങ്ങൾ ആ അവസ്ഥയിലെത്തി നിന്നിട്ട് അവസാനം എന്താ സംഭവിക്കുന്നത്? അല്പനേരത്തെ ഒരാശ്വാസത്തിനു വേണ്ടി ചെയ്ത ചില വിട്ടുവീഴ്ചകൾ ഒരല്പം കോംപ്രമൈസ് ഒരു പ്രശ്നമല്ല എന്ന് മാതാപിതാക്കളും ഉപദേഷ്ടാക്കന്മാരും മനസ്സ് വെച്ചപ്പോൾ ആ കുഞ്ഞുങ്ങൾ വിശ്വാസം വിട്ട് ലോകത്തിലേക്ക് സമ്പൂർണമായി ഇറങ്ങിപ്പോകുന്ന അവസ്ഥയിൽ അവരെ കണ്ടെത്തേണ്ടി വരുന്ന ഒരു അവസ്ഥയാണ് ഇന്ന് വിശ്വാസ സമൂഹത്തിൽ കണ്ടുവരുന്നത്. എന്ന് പറഞ്ഞാൽ അവർ കോളേജിലല്ലേ പഠിക്കുന്ന, ഒരു അല്പസ്വല്പമൊക്കെ കോംപ്രമൈസ് ആയിക്കോട്ടെ, ശരിയാണ്, അല്പസ്വല്പം ആയിക്കോട്ടെ. ഈ അല്പസ്വല്പം എങ്ങോട്ട് പോയി? ഒരു ഡാമിൽ നിന്ന് ഒരു തുള്ളി വെള്ളം വരുമ്പോൾ അതൊരു വലിയ പ്രശ്നമല്ല. പക്ഷെ ഒരു തുള്ളി വെള്ളം ഡാമിൽ നിന്ന് ലീക്കായാൽ അത് ധാരധാരയായിട്ട് ഒഴുകി അവസാനം ഡാമിനെ ബ്രേക്ക് ചെയ്യും എന്നുള്ളൊരു സിസ്റ്റമാണ് നമുക്കറിയാം. നമ്മുടെ വാട്ടർ ടാങ്ക് ശ്രദ്ധിച്ചാൽ പോലും നമുക്കത് കാണാം. അങ്ങനെയെങ്കിൽ ഒരു വിശ്വാസി തന്റെ വിശ്വാസത്തിന്റെ മഹത്വം മറന്ന് ഒരല്പ സുരക്ഷയ്ക്ക് വേണ്ടി ഒരു ചെറിയ കോംപ്രമൈസ് ചെയ്തു കഴിഞ്ഞ് താൻ കഷ്ടം അനുഭവിക്കുവാനും മനസ്സില്ലാതെ, ഞാനൊരു വിശ്വാസിയാണെന്ന് പറയുന്നത് കൊണ്ട് ലഭിക്കുന്ന അല്പം പരിഹാസം, അല്പം നിന്ന, അല്പം ഒറ്റപ്പെടുത്തൽ, ഇതൊഴിവാക്കാൻ വേണ്ടി ലോകത്തോട് ചേരുമ്പോൾ, കൂട്ടുകാരോട് ചേരുമ്പോൾ, സമൂഹത്തോട് ഇടപഴകുമ്പോൾ ആ ഇടപഴകൽ വലിയൊരു കുറ്റമൊന്നും മാതാപിതാക്കളും ശുശ്രൂഷകന്മാരും ഇന്നത്തെ സഭയിലും കുടുംബങ്ങളിലും കാണാറില്ല. എന്നാൽ ഒരു 3 വർഷം ഡിഗ്രി കോളേജിലൊക്കെ പഠിച്ചൊന്ന് പുറത്തേക്ക് ഇറങ്ങി വരുമ്പോൾ അവിടെയുണ്ടായിരുന്ന അവിശ്വാസികളെക്കാൾ അതപ്പതിച്ച നിലയിലേക്കാണ് ഈ വിശ്വാസി ഇറങ്ങി വരുന്നത് എന്നുള്ള യാഥാർത്ഥ്യം മനസ്സിലാക്കുമ്പോൾ കണ്ണുനീരൊഴുക്കുവാൻ അല്ലാതെ പല വിശ്വാസികൾക്കും കഴിയുന്നില്ല. ആ ഒരവസ്ഥയെ മുന്നിൽ കണ്ടുകൊണ്ട് തിമത്യോസിന് പൗലോസ് ഓർപ്പിക്കുന്ന ഒരു വിഷയം, തിമത്യോസെ, നീ യൗവനക്കാരനാണ്, നീ ലോകത്തിലേക്ക് സഞ്ചരിക്കുമ്പോൾ, നീ സുവിശേഷത്തിന് വേണ്ടി നിൽക്കുമ്പോൾ, നീ കർത്താവിന്റെ സാക്ഷിയായിട്ട് ഉറച്ച നിലപാടുകൾ സ്വീകരിക്കുമ്പോൾ, സഭയ്ക്കുള്ളിലും സഭയ്ക്ക് പുറത്തും നിനക്ക് ഉപദ്രവമുണ്ടാകും, കഷ്ടതയുണ്ടാകും, പ്രതിബന്ധങ്ങൾ ഉണ്ടാകും. പക്ഷെ നീ ഒരു കാര്യം ഓർക്കണം, അത് ദൈവം അനുവദിക്കുന്നതാണെന്ന് ഓർക്കണം. അപ്പൊ ആദ്യത്തെ വിഷയം, പരിശുദ്ധാത്മാവ് ശക്തിപ്പെടുത്തുന്നത് കൊണ്ട് നീ പരീക്ഷകളെ ഭയപ്പെടേണ്ട ആവശ്യമില്ല, നീ ലജ്ജിക്കേണ്ട ആവശ്യമില്ല. സുവിശേഷം നിമിത്തം നീ ലജ്ജിക്കുവാനായിട്ട് ആവശ്യമില്ല, കാരണം പരിശുദ്ധാത്മാവ് നിന്നെ ശക്തിപ്പെടുത്തും. അതാണ് ദൈവാത്മാവിന്റെ വാഗ്ദത്തം. ആ ദൈവാത്മാവ് നിന്നിലുണ്ട്, ആ ദൈവാത്മാവിൽ ആശ്രയിക്കുക എന്നുള്ളതാണ് നിന്റെ കർത്തവ്യം. രണ്ടാമത്തെ വിഷയം, നിന്നെ സുവിശേഷത്തെക്കുറിച്ച് ലജ്ജിക്കുന്ന വിഷയം, ഈ സുവിശേഷം നിമിത്തം, വിശ്വാസം നിമിത്തം നീ നേരിടുന്ന കഷ്ടതകളാണ്. എന്നാൽ ആ കഷ്ടതകൾ ദൈവം അനുവദിക്കുന്നതാണ്, അത് വിശ്വാസത്തിന്റെ പരിശോധനയുടെ ഉരകല്ലാണ് എന്ന് മനസ്സിലാക്കിയാൽ നിനക്ക് ലജ്ജിക്കേണ്ടി വരികയില്ല. ഇന്ന് വിശ്വാസകോളത്തിൽ നമുക്കറിയാം, വേർപെട്ട വിശ്വാസ സമൂഹത്തിലും അനേകർ വചന സത്യങ്ങൾക്ക് വേണ്ടി ഉറച്ച നിലപാടുകൾ സ്വീകരിച്ച അനേക ഭക്തന്മാരായ വിശ്വാസികൾ. എന്നാൽ കാലങ്ങൾ മാറി സഭ ലോകത്തിലേക്ക് ഇറങ്ങി കഴിഞ്ഞപ്പോൾ ഉറച്ച നിലപാടുകൾ എടുക്കുന്ന ഉപദേഷ്ടാക്കന്മാർക്ക് ശുശ്രൂഷകൾ ലഭിക്കാതിരിക്കുകയും വേദികൾ ലഭിക്കാതിരിക്കുകയും സാമ്പത്തിക ഞെരുക്കങ്ങൾ വരികയും ഒറ്റപ്പെടുത്തലുകൾ വരികയും ചെയ്തപ്പോൾ അവരൊക്കെയും ഈ കർശന ഉപദേശ നിലപാടുകളെ വിട്ട് അവരെന്ത് ചെയ്തു? കോംപ്രമൈസിന് പിന്നാലെ പോയി. കാരണം എന്താണ്? ഈ ഉപദേശത്തെ കുറിച്ച് ലജ്ജിക്കുവാനായിട്ട് അവരുടെ ജീവിതത്തിൽ സന്ദർഭമുണ്ടായി എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിന് വേണ്ടി, ഉപദേശത്തിന് വേണ്ടി, സുവിശേഷത്തിന് വേണ്ടി കഷ്ടം അനുഭവിക്കുന്നത് ദൈവനിയോഗമാണ് എന്ന് വേണ്ടത്ര ഉൾക്കൊള്ളുവാൻ അവർക്ക് കഴിയാതെ പോയത് കൊണ്ട് അവർ ഈ വിഷയങ്ങളിൽ കോംപ്രമൈസ്, എനിക്ക് ഒരു നിലപാടും ഇപ്പോൾ ഇല്ല, ആരും എന്തും വിശ്വസിച്ചോട്ടെ എന്നൊരു നിലപാടിലേക്ക് മാറി. അത് സുവിശേഷത്തെക്കുറിച്ചുള്ള, കർത്താവിന്റെ സാക്ഷ്യത്തെക്കുറിച്ചുള്ള, തിരുവചന ഉപദേശത്തെക്കുറിച്ചുള്ള ലജ്ജിക്കലാണ് എന്ന് ദൈവവചനോട് പറയുക. അത് പാടില്ല. കാരണം കഷ്ടത എന്ന് പറയുന്നത് ദൈവം അനുവദിക്കുന്നു. അത് നമ്മുടെ വിശ്വാസത്തിന്റെ പരിശോധന നമുക്ക് സ്ഥിരത ഉളവാക്കുക. എന്താണ് സ്ഥിരത എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം? സുസ്ഥിരമാക്കുക. നമ്മുടെ വിശ്വാസത്തിൽ ഒന്നിനൊന്ന് ഉറച്ചു വരുവാനായിട്ടാണ് ദൈവം വിശ്വാസത്തിൽ ശോധനകൾ തരുന്നത്. ഈ ശോധന ലഭിക്കുമ്പോൾ വിശ്വാസത്തിൽ എന്ത് സംഭവിക്കും? പരീക്ഷകൾ വരുമ്പോൾ, പ്രയാസം വരുമ്പോൾ, സഭയ്ക്കുള്ളിലായിക്കോട്ടെ പുറത്തായിക്കോട്ടെ, വിശ്വാസികൾ ചെയ്യുന്ന, വിശ്വാസികളുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഒരു വിഷയം, അവർ വിശ്വാസത്തിൽ നിന്ന് പിൻവാങ്ങുകയാണ്. സഭയിൽ പോകുന്നത് നിർത്തും, പ്രാർത്ഥിക്കുന്നത് നിർത്തും, ബൈബിൾ വായിക്കുന്നത് നിർത്തും, ധ്യാനിക്കുന്നത് നിർത്തും. അവസാനം ഒന്നുമില്ലാത്ത ഒരവസ്ഥയിൽ പിന്മാറ്റത്തിന്റെ പടുകുകളിലേക്ക് അവർ പോവുകയാണ്. എന്തുകൊണ്ടാണ് പോകാൻ കാരണം? ഈ കഷ്ടത, ഈ പ്രതിബന്ധം സഭയ്ക്കുള്ളിലോ പുറത്തോ ദൈവം എനിക്ക് തന്നത് ഞാൻ ദൈവത്തെ അറിയുവാൻ, ദൈവത്തിന്റെ കരുതൽ അറിയുവാൻ, ദൈവം എന്നെ സ്നേഹിക്കുന്ന വിധങ്ങളുടെ മഹത്വം അറിയാൻ വേണ്ടിയാണ് എന്ന് മനസ്സിലാക്കുവാൻ ആ വിശ്വാസി പരാജയപ്പെട്ടു എന്നുള്ളതാണ്.
അപ്പോൾ എത്ര ശ്രദ്ധയോടെയാണ് പൗലോസ് തിമോഥെയോസിന് ഈ വാക്ക് പറഞ്ഞത്. തിമോഥെയോസിനെ പൗലോസ് വിട്ടു പിരിയാൻ പോകുക എന്ന് പറഞ്ഞാൽ ഇത്രയും കാലം തിമോഥെയോസിന് എന്ത് പ്രശ്നം ഉണ്ടായാലും പൗലോസ് അടുത്തല്ലെങ്കിൽ പോലും ഒരു വാക്കുകൊണ്ട് തിമോഥെയോസെ ഭാരപ്പെടേണ്ട, പ്രയാസപ്പെടേണ്ട എന്ന് പറയുവാൻ പൗലോസ് ഇവിടെ ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോഴത്തെ അവസ്ഥ പൗലോസ് തിമോഥെയോസിനെ വിട്ടു പിരിയുവാനായിട്ട് പോകുക. അപ്പോൾ തിമോഥെയോസിനോട് പൗലോസിന് പറയുന്നത്, തിമോഥെയോസെ, ഉപദേശം നിമിത്തം ക്രിസ്തുവിന്റെ സാക്ഷ്യം, അത് സുവിശേഷമാണ്, അത് അടിസ്ഥാന ഉപദേശ സത്യങ്ങളാണ്, തിരുവചന സത്യങ്ങളാണ്. ഇത് നിമിത്തം നീ കഷ്ടം സഹിക്കണം എന്നുള്ളത് ദൈവനിയോഗമാണ്, ആ ദൈവത്തിന്റെ തിരഞ്ഞെടുപ്പാണ്. നീ ആ കഷ്ടം അതുകൊണ്ട് നീ അതു നിമിത്തം സുവിശേഷത്തെക്കുറിച്ച്, ഉപദേശത്തെക്കുറിച്ച് ലജ്ജിക്കുവാനോ പിൻവാങ്ങുവാനോ ഇടയാകരുത്. ഈ വാക്കുകൾ വായിക്കുമ്പോൾ തിമോഥെയോസിന്റെ ഹൃദയത്തിൽ എന്തൊരു മോട്ടിവേഷൻ ആയിരിക്കും ലഭിക്കുന്നത് ചോദിക്കുക. താൻ ആകപ്പാടെ പദം നിൽക്കുന്നത്. പല വിശ്വാസികളും പിന്മാറിപ്പോകുന്നതും പ്രതിബന്ധങ്ങൾ വരുന്നതും വിശ്വാസികൾ ഇദ്ദേഹത്തെ ഒറ്റപ്പെടുന്നതൊക്കെ അനുഭവിച്ചു നിൽക്കുന്ന തിമോഥെയോസിന് ഈ വാക്കുകൾ കേൾക്കുമ്പോൾ എന്തൊരു ആശ്വാസമായിരിക്കും. അപ്പോൾ അങ്ങനെ കൊടുക്കുന്ന ആ പൗലോസിന്റെ ഉപദേശം ഇന്ന് 21-ാം നൂറ്റാണ്ടിൽ ജീവിക്കുന്ന നമ്മൾക്കും ഒരു മാതൃകയാണ്. അല്പം കഷ്ടത അനുഭവിക്കാതിരിക്കുവാൻ നാം നമ്മുടെ വേർപാട് ദർശനങ്ങളെ അടിയറവ് വെച്ചാൽ നഷ്ടപ്പെട്ടു പോകുന്നത് നമ്മുടെ വിശ്വാസം തന്നെയാണ്, കർത്താവിലുള്ള ആശ്രയമാണ്, കർത്താവിനെ കുറിച്ചുള്ള ബോധ്യമാണ് എന്ന് നാം വളരെ ഗൗരവത്തോടെ മനസ്സിലാക്കണം എന്ന് ദൈവത്തിന്റെ ആത്മാവ് ഓർപ്പിക്കുന്നു. ഇനി രണ്ടാമത്തെ വിഷയം, തിമോഥെയോസ്, നിനക്ക് മാത്രമല്ല ഈ കഷ്ടപ്പാടുകൾ, ആസ്യക്കാർക്ക് മാത്രമല്ല ഈ കഷ്ടപ്പാടുകൾ, ഹെർമഗനോസിനും ഫുഗലോസിനും മാത്രമല്ല ഈ കഷ്ടപ്പാടുകൾ, എനിക്കും ഈ കഷ്ടപ്പാടുണ്ട്. ആർക്കാ? പൗലോസ് പറയണം, നീയും എന്നോടുകൂടെ കഷ്ടം സഹിക്കാം. തിമോഥെയോസിന് കഷ്ടമുണ്ട്, പക്ഷെ തിമോഥെയോസിനോട് പൗലോസ് പറയുന്നത്, നീ എന്നോടുകൂടെ കഷ്ടം സഹിക്കുക. അപ്പൊ ഞാൻ കഷ്ടം സഹിക്കുന്നത് സുവിശേഷ നിമിത്തമാണെങ്കിൽ എന്നോടുകൂടെ സുവിശേഷ നിമിത്തം കഷ്ടം സഹിക്കുവാൻ നീ നിയോഗിതനായിരിക്കുന്നു. ഞാൻ കഷ്ടം അനുഭവിക്കുന്നത് നിന്റെ വിശ്വാസ ജീവിതത്തിൽ ഒരു പിന്മാറ്റത്തിന് അത് മുഖാന്തരമാകരുത്. ഇന്ന് പല വിശ്വാസികളുടെയും പ്രത്യേകിച്ച് സുവിശേഷന്മാരൊക്കെ മക്കൾ പിന്മാറ്റത്തിലേക്ക് പോകുന്നുണ്ട്. കാരണം എന്താണെന്ന് പറയും, സഭയ്ക്കുള്ളിൽ നിന്നും പുറത്തു നിന്നും. പ്രധാനമായും സഭയ്ക്കുള്ളിൽ നിന്ന് ഈ സുവിശേഷന്മാർ അഭിമുഖീകരിക്കേണ്ടി വരുന്ന തിക്താനുഭവങ്ങളെ കണ്ട് കുഞ്ഞുങ്ങൾ പലരും പിൻവാങ്ങിപ്പോവുക. അവരെ കുറ്റം പറയുവാനായിട്ട് പറ്റത്തില്ല. പക്ഷെ ഇവിടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് തിമോഥെയോസിനെ എടുത്തു പറയുന്ന ഉദ്ദേശം, ഇങ്ങനെ ഒരു സാഹചര്യമുണ്ട്. പൗലോസ് എന്ന ഞാൻ, നിന്റെ ആത്മീയ പിതാവായിരിക്കുന്ന ഞാൻ കഷ്ടം അനുഭവിക്കുന്നു എങ്കിൽ ശിഷ്യനായിരിക്കുന്ന തിമോഥെയോസെ, നീ എന്നോടുകൂടെ കഷ്ടം അനുഭവിക്കണം. നീ തന്നെയല്ല കഷ്ടം അനുഭവിക്കുന്നത്, ഞാനും നിന്നോടുകൂടെ കഷ്ടം അനുഭവിക്കണം. എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഈ കഷ്ടതയുണ്ട്. വിശ്വാസികൾക്കുമുണ്ട്, ശുശ്രൂഷകന്മാർക്കുമുണ്ട്, മൂപ്പന്മാർക്കുമുണ്ട്, എല്ലാവർക്കും ഈ കഷ്ടതയുണ്ട്, ഏറ്റക്കുറച്ചിലുണ്ട് എന്നേ ഉള്ളൂ. നമ്മൾ 1 കൊരിന്ത്യർ 10:13 വരുമ്പോൾ കഷ്ടത നമുക്ക് സഹിക്കാൻ കഴിയുന്നത് മാത്രമേ ദൈവം തരുന്നു നമ്മൾ വായിക്കുന്നുള്ളൂ. 1 കൊരിന്ത്യർ 10:13 നമുക്കറിയാം, സഹിപ്പാൻ കഴിയുന്നതാണ് തരുന്നത്, അതിനോടുകൂടെ പോക്കുവഴി ഒരുക്കും. ഇതൊക്കെ നമ്മൾ പാട്ടിൽ പാടും. പാട്ട് പാടുമ്പോൾ പോക്കു വഴിയും ഒരുക്കും എന്നൊക്കെ പറഞ്ഞ് പാടും. പക്ഷെ കഷ്ടത വരുമ്പോൾ ആദ്യം ചെയ്യുന്ന കാര്യം നമ്മുടെ വിശ്വാസത്തെ ഒരു സൈഡിലേക്ക് മാറ്റി വയ്ക്കുക. ആദ്യം പ്രാർത്ഥന ഒഴിവാക്കും, ബൈബിൾ വായന ഒഴിവാക്കും, ആത്മീയ കൂട്ടായ്മകൾ ഒഴിവാക്കും, വിശ്വാസികളുമായിട്ടുള്ള ബന്ധങ്ങൾ ഒഴിവാക്കും. വിശ്വാസികൾ അത് തന്നെ ചെയ്യും, ഒഴിവാക്കാനുള്ള എല്ലാ സാധ്യത ഒടുക്കി കൊടുക്കുകയും ചെയ്യും. പക്ഷെ ഓരോ വിശ്വാസിയും മനസ്സിലാക്കേണ്ട വിഷയം, സഹോദരന്മാരിൽ നിന്നായാലും സഭയ്ക്കുള്ളിൽ നിന്നായാലും പുറത്തു നിന്നായാലും നാം കഷ്ടത അഭിമുഖീകരിക്കുന്നു എങ്കിൽ മനസ്സിലാക്കേണ്ട ഒന്നാമത്തെ വിഷയം, അത് ദൈവം അനുവദിച്ചിട്ടാണ്. രണ്ടാമത്തെ വിഷയം, ഞാൻ മാത്രമല്ല എന്നോടുകൂടെ മറ്റനേകരും ഇതുപോലെ കഷ്ടം അനുഭവിക്കുന്നുണ്ട്. ഈ കഷ്ടത ദൈവം തരുന്നതിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് എൻ്റെ വിശ്വാസത്തിൽ ഞാൻ കൂടുതൽ ഉറയ്ക്കാൻ വേണ്ടിയാണ് എന്നുള്ള ബോധ്യം നമ്മളെ ഭരിക്കണം. 2 കൊരിന്ത്യർ 1:6 വരുമ്പോൾ അവിടെ പൗലോസ് അപ്പോസ്തലൻ തന്റെ ജീവിതത്തിലെ കഷ്ടതകളെ കുറിച്ച് സാക്ഷ്യം പറയുന്നുണ്ട്. അപ്പൊ ജീവിതത്തിൽ കഷ്ടത ഉണ്ടാവുമ്പോൾ ചിലർ ചെയ്യുന്ന പരിപാടി, ആദാമും ഹവ്വയും ദൈവം തോട്ടത്തിൽ വന്നപ്പം ഓടി ഒളിച്ചതുപോലെ എന്ന് പറഞ്ഞാൽ തങ്ങളുടെ ജീവിതത്തിൽ പരാജയം പറ്റി, അതുകൊണ്ട് ഇനി ദൈവസന്നിധിയിൽ ചെല്ലുവാനായിട്ട് തനിക്ക് മനസ്സാക്ഷിയുടെ ആക്ഷേപ നിമിത്തം അത് ചെയ്തു നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. പക്ഷെ അവർ ദൈവസന്നിധിയിൽ ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു പാളിച്ച പറ്റി എന്ന് തുറന്നു പറഞ്ഞിരുന്നുവെങ്കിൽ അവരുടെ പിരിമുറുക്കം 4 കുറഞ്ഞേനെ. കർത്താവ് വിളിച്ചപ്പോൾ എന്തൊരു ഭയത്തോടെയാണ് അവരങ്ങോട്ട് ചെല്ലുവാനായിട്ട് ഇടയായത്. ഇവിടെ തിമോഥെയോസ് 2 കൊരിന്ത്യർ 1:6 വായിക്കുമ്പോൾ പൗലോസ് അപ്പോസ്തലൻ വളരെ ക്ലിയർ ആയിട്ട് ഒരു വാക്യം പറയുന്നുണ്ട്. ഞങ്ങൾ കഷ്ടം അനുഭവിക്കുന്നു എങ്കിൽ, 2 കൊരിന്ത്യർ 1:6, ഞങ്ങൾ കഷ്ടം അനുഭവിക്കുന്നുവെങ്കിൽ അത് നിങ്ങളുടെ ആശ്വാസത്തിനും
രക്ഷയ്ക്കും ആകുന്നു. ഞങ്ങൾക്ക് ആശ്വാസം വരുന്നുവെങ്കിൽ അത് ഞങ്ങൾ സഹിക്കുന്ന കഷ്ടങ്ങൾ തന്നെ നിങ്ങളും സഹിക്കുന്നതിൽ നിങ്ങളുടെ ആശ്വാസത്തിനായി ഫലിക്കുന്നു. അതങ്ങനെ വായിച്ചാൽ ഒന്നും മനസ്സിലാകത്തില്ല. എന്നാൽ ഏറ്റവും ലളിതമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ പൗലോസ് അപ്പോസ്തലൻ പറയാൻ, ഞങ്ങൾ കഷ്ടം അനുഭവിക്കുന്നത് നിങ്ങളോട് പറയുന്നത് നിങ്ങളിൽ ഉണ്ടാകുന്ന കഷ്ടതകളിൽ നിങ്ങൾക്ക് ആശ്വാസം ലഭിക്കാനാണ് എന്ന് പറഞ്ഞാൽ, എനിക്ക് മാത്രമല്ല കഷ്ടം, പൗലോസിനും കഷ്ടമുണ്ട് എന്നറിയുമ്പോൾ പൗലോസിന്റെ കഷ്ടതയെക്കുറിച്ച് അറിഞ്ഞ് തന്റെ കഷ്ടതയിൽ ആശ്വസിക്കുവാനായിട്ട് ഇടയാകും. അപ്പോൾ ഇതുകൊണ്ട് ഈ കഷ്ടതകളെ കുറിച്ച് ഷെയർ ചെയ്യുന്ന ഒരു അനുഭവം ഇന്ന് ഷെയർ ചെയ്താൽ എന്ത് സംഭവിക്കും? ദൈവം അവനെ ശിക്ഷിച്ചു, ദൈവം അവനെ അടിച്ചു, ദൈവം അവനോട് കണക്ക് തീർത്തു എന്നൊക്കെ നമ്മൾ പറയുന്നത്. അത് പ്രാകൃത മനുഷ്യന്റെ, ജഡിക മനുഷ്യന്റെ ശൈലിയാണ്. ആത്മീകനായിരിക്കുന്ന പൗലോസ് ഈ വിഷയത്തെ, കഷ്ടത എന്നുള്ള വിഷയത്തെ കൈകാര്യം ചെയ്തപ്പോൾ അവിടെ പറയുന്ന വിഷയം, ഞങ്ങൾ അനുഭവിക്കുന്ന കഷ്ടത നിങ്ങളുടെ ആശ്വാസത്തിനും നിങ്ങളുടെ രക്ഷയ്ക്കും. സുവിശേഷം നിമിത്തം പൗലോസ് കഷ്ടം അനുഭവിക്കുമ്പോൾ അത് അടിസ്ഥാനപരമായിട്ട് അവരുടെ രക്ഷയ്ക്ക് വേണ്ടിയാണ് താൻ ഓരോ അടിയും ഏൽക്കുന്നത്. കർത്താവേറ്റതിന് തുല്യമല്ല. പക്ഷെ ഈ സുവിശേഷം പറയുമ്പോൾ ആ താൻ ഏൽക്കുന്ന പീഡനം മുഖാന്തരം ഒരാത്മാവ് രക്ഷ പ്രാപിക്കണം എന്നുള്ള ആ ആഗ്രഹം പൗലോസിന്റെ ഹൃദയത്തിലുണ്ട്. അങ്ങനെ തങ്ങൾക്ക് വേണ്ടി താൻ ത്യാഗം ചെയ്യുന്നു എന്നുള്ള തിരിച്ചറിവ് വിശ്വാസിക്ക് ഒരാശ്വാസമാകുന്നു. അതുകൊണ്ട് ഈ കാര്യങ്ങൾ പറയുന്നു എന്നാണ് പൗലോസ് അവിടെ പ്രത്യേകിച്ച് എടുത്തു പറയുന്നത്. ഈ കഷ്ടതകളുടെ മുമ്പാകെ ഒളിച്ചോടുന്നവൻ ഭീരുക്കളാണ്. ഭീരുക്കൾ ദൈവരാജ്യം അവകാശമാക്കില്ല എന്ന് നമ്മൾ ബൈബിളിൽ വായിക്കുന്നുണ്ട്. അപ്പൊ രക്ഷിക്കപ്പെട്ടതുകൊണ്ട് എല്ലാം ഭദ്രമായി രക്ഷിക്കപ്പെട്ടു എന്നറിയത്തിൽ പോകുന്നല്ല ഞാൻ പറയുന്നത്, എന്നാലും വ്യാഖ്യാനിക്കേണ്ട. ഭീരുക്കൾ സുവിശേഷം നിമിത്തം കർത്താവിനെ കുറിച്ച് മറ്റുള്ളവരുടെ മുമ്പാകെ പറയുവാൻ ലജ്ജിക്കുന്ന വ്യക്തിയെക്കുറിച്ച് കർത്താവ് പിതാവിന്റെ സന്നിധിയിലും ഏറ്റുപറയുവാനായിട്ട് ലജ്ജിക്കുമെന്ന് ഞാനല്ല, കർത്താവ് തന്നെയാണ് പറഞ്ഞത്. അപ്പോൾ രക്ഷിക്കപ്പെട്ട ഒരു ദൈവപൈതൽ, രക്ഷിക്കപ്പെട്ടു എന്ന് പറയുന്ന ഒരു ദൈവപൈതൽ അങ്ങനെ ചെയ്യുന്നുവെങ്കിൽ വചനം തന്നെ പറഞ്ഞത് അവന്റെ ഹൃദയത്തിൽ വചനം ആഴത്തിൽ പതിയാത്തത് കൊണ്ടാണ് അവന്റെ ജീവിതത്തിൽ അങ്ങനെ സംഭവിച്ചതെന്നാണ്. അപ്പോൾ അവന്റെ രക്ഷയെ നമ്മൾ ഒന്നുകൂടെ, നമ്മളല്ല ആ വ്യക്തി ഒന്നുകൂടെ ടെസ്റ്റ് ചെയ്യണം. ഞാൻ വാസ്തവമായും ദൈവവചന അടിസ്ഥാനത്തിൽ രക്ഷ പ്രാപിച്ചിട്ടുണ്ടോ? ആ വാസ്തവമായി ഞാൻ ഈ ക്രിസ്തുവിൽ വേരൂന്നിയിട്ടുണ്ടോ? ഈ പൗലോസ് അപ്പോസ്തലൻ വളരെ വ്യക്തമായിട്ട് കൊലോസ്യ ലേഖനത്തിലൊക്കെ ഈ വേരുന്നതിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. അതിന്റെ ഒന്നും വിശദീകരണത്തിലേക്ക് പോകുന്നില്ല. കർത്താവിനെ എത്രത്തോളം അറിഞ്ഞു എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ബോധ്യം നമുക്കുണ്ടാകുന്നത്. അപ്പൊ രക്ഷിക്കപ്പെട്ട് ഇത്രയും വർഷമായിട്ട് ഇന്നും നമ്മൾക്ക് സുവിശേഷത്തെ കുറിച്ചുള്ള ലജ്ജയാണെങ്കിൽ ഈ കർത്താവിൽ എത്രത്തോളം നാം അടിസ്ഥാനപ്പെട്ടിരിക്കുന്നു എന്ന് നമ്മൾ പരിശോധിക്കേണ്ടത് ആവശ്യമാണ് വ്യക്തിപരമായി. ഇവിടെ പറയുന്ന കർത്താവിന്റെ സുവിശേഷത്തെ കുറിച്ച് ലജ്ജിക്കുവാനായിട്ട് ആവശ്യമില്ല. കാരണം കഷ്ടത മുന്നിൽ വരുമ്പോൾ അത് ലജ്ജിക്കുവാനായിട്ടൊരു മുഖാന്തരമായിട്ടല്ല ദൈവം കഷ്ടത തരുന്നത്, നമ്മുടെ വിശ്വാസത്തെ ഒന്ന് മാറ്റുരയ്ക്കുവാൻ. അത് എത്രത്തോളം സ്ട്രോങ് ആണ്, അത് എത്രത്തോളം ഷൈനിങ് ആണ് എന്നൊന്ന് ടെസ്റ്റ് ചെയ്യുവാനായിട്ട് ഒരു പരീക്ഷണം തരുക. ഞാൻ ഈ വാക്കുകളൊക്കെ പറയുമ്പോൾ ഞാൻ ഈ അനുഭവത്തിലൂടെ കടന്നു പോയതുകൊണ്ടാണ് പറയുന്നത്. ഈ തികഞ്ഞതുകൊണ്ടല്ല, പക്ഷെ ഈ കഷ്ടതയുടെ അനുഭവത്തിൽ കടന്നു പോകുന്ന അത്ര എളുപ്പമുള്ള പണിയില്ല. പ്രത്യേകിച്ച് വിശ്വാസ ജീവിതത്തിൽ ദൈവവചന സംബന്ധമായി നമ്മൾ പ്രതിസന്ധികളിൽ കൂടെ കടന്നു പോകുമ്പോൾ എളുപ്പമുള്ള കാര്യമല്ല. അത് രോഗമായാലും ഒറ്റപ്പെടുത്തലായാലും ഭീഷണിയായാലും ഉപദ്രവമായാലും ഇതൊന്നും ലഘുവല്ല. എന്നാൽ ദൈവം ഈ കഷ്ടാനുഭവങ്ങൾ ഓരോ വിശ്വാസിക്കും നൽകുമ്പോൾ പൗലോസിന് കൊടുത്ത കഷ്ടാനുഭവം ഒന്നും ദൈവം നമ്മളിൽ ആർക്കും ഇതുവരെ തന്നിട്ടില്ല. പത്രോസ് അപ്പോസ്തലന്മാർ സാധിച്ചത് ആദിമകാല വിശ്വാസികൾ അനുഭവിച്ചതുപോലെ ഒന്നും നമ്മൾ ഇന്ന് കടന്നു പോകുന്നില്ല. ഇന്നത്തെ തലമുറയിൽ അധികമാരും കടന്നുപോയി. 1-2 പേര് മാത്രം അവിടെ എവിടെയോ ചില ശാരീരിക ഉപദ്രവം ഏൽക്കുന്നു എങ്കിലും പ്രാണത്യാഗത്തോടും എത്തുന്നത് വളരെ ചുരുക്കം കേസുകളാണ്. എന്നാൽ ചെറിയൊരു പ്രയാസം വരുമ്പോഴത്തേനും നമ്മൾ ആകെപ്പാടെ അടിപാത്രം ഇവിടെയെല്ലാം അവസാനിച്ചൊന്ന് ചിന്തിക്കുന്നതിന് അടിസ്ഥാന കാരണം എന്ന് പറയുന്നത് ഇത് ദൈവം എൻ്റെ ജീവിതത്തിൽ അനുവദിക്കുന്നു എന്നതാണ്. ഈ വാക്യങ്ങൾ വായിച്ചപ്പോൾ ഞാനും എൻ്റെ ജീവിതത്തെ ഒന്ന് ശോധന ചെയ്തപ്പോൾ പലപ്പോഴും നമ്മൾ പ്രതിസന്ധിയിലാകുമ്പോൾ നമുക്ക് മനുഷ്യരോടാണ് ഉള്ളിൽ ഒരു ചെറിയ പ്രയാസം തോന്നുക, എന്നാലും എന്നോട് ഇത് ചെയ്തല്ലോ എന്ന്. പക്ഷെ ഈ തിമോഥെയോസിനുള്ള പ്രബോധനം വായിച്ചപ്പോഴാണ് ദൈവത്തിന്റെ ആത്മാവ് എന്നോട് പറഞ്ഞത്, വിശ്വാസിയുടെ ജീവിതത്തിൽ ഏത് തരത്തിലുള്ള കഷ്ടത വന്നാലും അത് മനുഷ്യൻ കൊണ്ടുവരുന്നതല്ല. വിശ്വാസത്തിൽ നാം എത്രത്തോളം ഉറച്ചു നിൽക്കും, തിരുവചന സത്യങ്ങളിൽ നാം എത്രത്തോളം ഉറച്ചു നിൽക്കും, വചനത്തെക്കുറിച്ച് ലജ്ജിക്കാതെ നാം എത്രത്തോളം ഉറപ്പോടെ നിൽക്കുമെന്ന് അറിയേണ്ടത് ദൈവം നൽകുന്ന ചെറിയ പരീക്ഷകളാണ്. ഈ പരീക്ഷകളോടുകൂടെ ദൈവം പ്രൊവിഷൻസ്, നീക്കുപോക്ക് ഒരുക്കും. അതിനെ അതിജീവിക്കുവാനുള്ള സാഹചര്യങ്ങളും ക്രമീകരണങ്ങളും ദൈവം ഒരുക്കും.
ക്ഷമയോടെ കാത്തിരിക്കുക എന്നുള്ളതാണ് ദൈവം ഒരുക്കിയിരിക്കുന്ന പദ്ധതി. അപ്പൊ നമ്മൾ വളരെ ക്ഷമയോടെ നമ്മൾ ഈ വിഷയങ്ങളെ പ്രാധാന്യത്തോടെ കൈകാര്യം ചെയ്യേണ്ടത് അല്ലെങ്കിൽ മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. അപ്പൊ തിമോഥെയോസിനോട് വളരെ കൃത്യമായിട്ട് പൗലോസ് പറയാം, തിമോഥെയോസേ, നീ വചനം നിമിത്തം, ക്രിസ്തുവിനെ കുറിച്ചുള്ള സാക്ഷ്യം നിമിത്തം, ഉപദേശം നിമിത്തം നീ ഏതെങ്കിലും കഷ്ടതയിൽ അകപ്പെട്ടാൽ നീ എന്നോട് കൂടെയാണ് കഷ്ടം അനുഭവിക്കുക, അല്ലെങ്കിൽ നിനക്ക് മുമ്പേ ഞാൻ ആ കഷ്ടം അനുഭവിച്ചു. നീ പല കാര്യങ്ങളും കണ്ടിട്ടുണ്ട്, ഞാൻ ആ കഷ്ടം അനുഭവിച്ചു എന്ന കാര്യം നീ ഓർക്കണം. അതിലുപരി നീ ഓർക്കേണ്ട വിഷയം, ഇത് നിന്റെ മാത്രം പ്രശ്നമല്ല, എല്ലാ വിശ്വാസികൾക്കും ഈ കഷ്ടപ്പാടുണ്ട് എന്ന് ഓർപ്പിക്കുന്നു. 1 പത്രോസ് 5:8-9 വരുമ്പോൾ ഭൂമിയിലുള്ള സകല സഹോദരന്മാർക്കും കഷ്ടതകൾ ഉണ്ട് എന്ന് അവിടെ ഓർപ്പിക്കുന്നുണ്ട്. ആ ബാക്കി ഞാൻ വായിക്കുന്നില്ല, ആ വിഷയം അവിടെ വിടുന്നു. ഇനി 4-മതായിട്ട് നമ്മൾ ചെയ്യേണ്ട വിഷയം സുവിശേഷത്തിന്റെ മഹത്വം മനസ്സിലാക്കുക എന്നുള്ളതാണ്. സുവിശേഷത്തെക്കുറിച്ച് ലജ്ജിക്കാതിരിക്കുവാനായിട്ടുള്ള 3-മത്തെ പടി എന്ന് പറയുന്നത്. ആദ്യത്തെ പടി, നമ്മളിലുള്ളത് ശക്തനായ, സകലത്തിന്മീതെ ശക്തിയുള്ള പരിശുദ്ധാത്മാവാണ്. പരിശുദ്ധാത്മാവ് ദൈവമാണ് നമ്മുടെ ഹൃദയത്തിൽ ഉള്ളത്. ആ പരിശുദ്ധാത്മാവ് നമ്മളെ ശക്തിപ്പെടുത്തും എന്നതാണ് 1-മത്തെ വിഷയം. അതുകൊണ്ട് സുവിശേഷത്തെക്കുറിച്ച് ആരും ലജ്ജിക്കേണ്ടതില്ല. നമ്മൾ വായിക്കുന്നുണ്ട്, നീ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ നീ സംസാരിക്കേണ്ടത് എന്താണെന്ന് ആ സമയത്ത് ദൈവത്തിന്റെ ആത്മാവ് നിനക്ക് തരുമെന്ന് ഞങ്ങളുടെ വചനത്തിൽ നമ്മൾ വായിക്കുന്നു, ദൈവവചനത്തിൽ നമ്മൾ വായിക്കും. അപ്പൊ സുവിശേഷം പറയാൻ പോകുമ്പോൾ നമ്മളൊരു വിശ്വാസിയാണ് എന്ന് മറ്റുള്ളവരോട് പറയേണ്ട ഒരു സാഹചര്യം വരുമ്പോൾ, ഒരു ഉപദേശം അത് ഇതാണ് സത്യം എന്ന് പറയേണ്ട ഒരു സാഹചര്യം വരുമ്പോൾ, ബോൾഡായിട്ട് ആ വിഷയം പറയുവാനായിട്ടുള്ള ശക്തി നമുക്ക് പകരുവാൻ മതിയായ ശക്തനായ ദൈവമാണ്, പരിശുദ്ധാത്മാവാണ് നമ്മളിൽ ഉള്ളത് എന്നുള്ള ബോധ്യം നമ്മളെ ഭരിക്കണം. ഈ പരിശുദ്ധാത്മാവിനുള്ള ആശ്രയം നമ്മൾ കുറയുമ്പോൾ, അതായത് ആത്മനിറവ് നമ്മിൽ ഇല്ലാതെ വരുമ്പോഴാണ് ഭയം നമുക്കുണ്ടാകുന്നത്. അതിനെ മാനുഷ ഭയം, മനുഷ്യരെ കുറിച്ചുള്ള ഭയം, മനുഷ്യർ നമ്മളോട് ദ്രോഹിക്കും, നമ്മളെ ഒറ്റപ്പെടുത്തും, നമ്മളെ ഉപദ്രവിക്കും എന്നുള്ള ഭയം. ഈ മാനുഷ ഭയം ഒരു കെണിയാണെന്നും ഭയമാണ്, ദൈവഭക്തിയാണ് ശാശ്വതമെന്നും സദൃശവാക്യത്തിൽ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ആ ഒരവസ്ഥ മാറി നമ്മൾ 2-ാം ഘട്ടത്തിലേക്ക് വരിക. 1-മത്തെ വിഷയം, സുവിശേഷം പറയേണ്ട സാഹചര്യത്തിൽ നമ്മളെ ശക്തിപ്പെടുത്തുന്ന പരിശുദ്ധാത്മാവാണ് നമ്മൾ മനസ്സിലാക്കണം. 2, കഷ്ടത നമ്മുടെ ജീവിതം സുവിശേഷം നിമിത്തം, ദൈവവചന നിമിത്തം, നമ്മുടെ വിശ്വാസം നിമിത്തം നാം കഷ്ടപ്പെടുന്നു എങ്കിൽ, കഷ്ടത നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്നു എങ്കിൽ, പ്രയാസങ്ങൾ വരുന്നു എങ്കിൽ, ഒറ്റപ്പെടലുകൾ വരുന്നു എങ്കിൽ, മനസ്സിലാക്കേണ്ട വിഷയം ഇത് ദൈവം നമ്മുടെ ജീവിതത്തിൽ അനുവദിച്ചിരിക്കുന്നു എന്നതാണ്. മനുഷ്യരായിരിക്കാം ഇത് കൊണ്ടുവന്നത്, മാനുഷിക സാഹചര്യങ്ങളായിരിക്കാം ഇത് കൊണ്ടുവന്നത്, പക്ഷെ നാം മനസ്സിലാക്കേണ്ട വിഷയം ഇത് ദൈവം എൻ്റെ ജീവിതത്തിൽ കൊണ്ടുവന്നു. എന്തിനാണ്? എൻ്റെ വിശ്വാസത്തിന്റെ ഉറപ്പ്, അതിന്റെ നിശ്ചയം, അത് എത്രത്തോളം ഉറപ്പുള്ളതാണ് എന്ന് ദൈവം ഒന്ന് ടെസ്റ്റ് ചെയ്യുക. ഒരു 20 വർഷം വിശ്വാസിയായി, ഒരു 30 വർഷം വിശ്വാസിയായി, ഇതിങ്ങനെ തുടർമാനമായിട്ട് പോവുകയാണല്ലോ. പഴകും തോറും പ്രാധാന്യം കുറയും. നമ്മൾ വായിക്കും, സ്വർണത്തിന് മാത്രമേ പഴകും തോറും മൂല്യമുള്ളൂ, ബാക്കിയൊക്കെ പഴകും തോറും പ്രാധാന്യം കുറയും. അപ്പോൾ ഈ വിശ്വാസിയായിട്ട് വർഷങ്ങളായിട്ട് ജീവിക്കുമ്പോൾ, കുറച്ച് കഴിയുമ്പോൾ നമുക്ക് ഈ വിശ്വാസത്തിന്റെ തീക്ഷ്ണതയൊക്കെ കുറഞ്ഞു വരുമ്പോൾ ദൈവം ചെറിയൊരു ടെസ്റ്റ് ഡോസ് നമ്മുടെ ജീവിതത്തിൽ തരും. ഈ ടെസ്റ്റ് ഡോസ് തരുമ്പോൾ അന്ന് പരിഭവിച്ചതല്ല വിട്ട് എൻ്റെ ദൈവം എന്നെ കൈവിട്ടല്ലോ എന്ന് പറഞ്ഞ് പരിതപിക്കുന്നതിന് പകരം ഈ കഷ്ടത ദൈവം എൻ്റെ ജീവിതത്തിൽ അനുവദിച്ചു എന്നുള്ള ബോധ്യം, അത് നമ്മളെ എന്തു ചെയ്യും? സുവിശേഷത്തെക്കുറിച്ച്, ദൈവവചനത്തെക്കുറിച്ച് ലജ്ജിക്കാതെ, വിശ്വാസത്തെക്കുറിച്ച് ലജ്ജിക്കാതെ ഉറപ്പോടെ നിർത്തുവാനായിട്ട് സഹായിക്കും. 3-മത്തെ വിഷയം എന്ന് പറയുന്നത്, എല്ലാ വിശ്വാസികൾക്കും കഷ്ടതയുണ്ട്. എല്ലാ വിശ്വാസികളും ഈ പരിശോധനയിലൂടെ കടന്നു പോകുന്നത്, അവരോട് ചേർന്നാണ് ഞാനും കഷ്ടത അനുഭവിക്കുന്നത് എന്ന തിരിച്ചറിവ് നമുക്കൊരു ബലമായി നിൽക്കും എന്നതാണ് 2-മത്തെ വിഷയം. 3-മത്, അതിനകത്ത് ഉൾക്കൊള്ളേണ്ട ഒരു വിഷയം, മറ്റു വിശ്വാസികളുടെ കഷ്ടതയെക്കുറിച്ച് നാം കേൾക്കുമ്പോൾ ദൈവം അവനെ അടിച്ചു, അവനെ ശിക്ഷിച്ചു എന്നല്ല നമ്മൾ മനസ്സിലാക്കേണ്ടത്. അവനെ ദൈവം സ്നേഹിക്കുന്നത് കൊണ്ട് അവനെ പരീക്ഷയിലൂടെ കടത്തിവിടുന്നു എന്ന് മനസ്സിലാക്കുവാൻ ആത്മീക പക്വതയും പരിജ്ഞാനവും നമുക്കുണ്ടെങ്കിൽ നമ്മുടെ ജീവിതം തന്നെയും. അതുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ വരുന്ന കഷ്ടതകൾ എന്നെ ആത്മീക പക്വതയിലേക്ക് കൊണ്ടുവരുവാൻ, ദൈവം എന്നെ സ്നേഹിക്കുന്നത് കൊണ്ടാണ് സംഭവിക്കുന്നത് എന്ന് എനിക്ക് ഉൾക്കൊള്ളുവാൻ കഴിയും. അവന്റെ ജീവിതത്തിൽ കഷ്ടത വന്നത്, പ്രയാസം വന്നത് അവന്റെ തെറ്റുകൊണ്ടോ അവനെ ദൈവം ശിക്ഷിച്ചത് കൊണ്ടാണെങ്കിൽ എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന അതേ കാരണം കൊണ്ട് തന്നെയാണ്. അതാണ് അതിന്റെ സമവാക്യം. എന്നാൽ ആ വിശ്വാസിയുടെ ജീവിതത്തിൽ കഷ്ടതയുണ്ടായത് ദൈവം അവനെ ശോധന ചെയ്തതാണ്, ഒന്ന് പരീക്ഷിച്ചതാണ്, അവൻ തെളിഞ്ഞു വരേണ്ടവരാണ് എന്ന് നാം ഉൾക്കൊള്ളുവാൻ, എന്ന് മനസ്സിലാക്കുവാൻ സാധിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രതികൂലങ്ങൾ ഏത് തന്നെ ആയാലും
നാം തെളിഞ്ഞു വരേണ്ടതാണ് എന്ന് മനസ്സിലാക്കുവാനായിട്ട് നമുക്ക് സാധിക്കും. ഈ ഇക്വേഷൻസ് പലപ്പോഴും നമ്മൾ നേരെ ഓപ്പോസിറ്റ് ആംഗിളിൽ പോകുന്നതുകൊണ്ട് ദൈവം ശിക്ഷിക്കുന്നു എന്ന് പറഞ്ഞ് നമ്മളെ തന്നെ ന്യായീകരിച്ച് ഇങ്ങനെ ഇരിക്കുക. അതുകൊണ്ട് നമുക്ക് ആത്മീകമായിട്ട് ഒരു പടി പോലും മുന്നോട്ട് പോകാൻ കഴിയാതെ ദൈവവചനം നിമിത്തം, സുവിശേഷം നിമിത്തം, ക്രിസ്തുവിന്റെ സാക്ഷ്യം നിമിത്തം പലപ്പോഴും ലജ്ജിച്ചിരിക്കേണ്ട അവസ്ഥ നമുക്കുണ്ടാകുന്നു. എനിക്ക് ലജ്ജയാണ്, എനിക്ക് നാണമാണ് എന്നുള്ള ആശയിലല്ല ഞാൻ പറഞ്ഞത്. ഞാനൊരു ദൈവ പൈതലാണ് എന്ന് നമ്മളെ തന്നെ വെളിപ്പെടുത്തുവാൻ നമുക്ക് ഉള്ളിൽ ഉണ്ടാകുന്ന ഒരു ഹെസിറ്റേഷൻ, ഒരു മടി. ഇപ്പൊ ട്രാക്ട് കൊടുക്കാൻ പോകുന്നതൊക്കെ നല്ല കാര്യമാണ്. ഈ ട്രാക്ട് കൊടുക്കുമ്പോൾ ആ ട്രാക്ട് കൊടുക്കലിൽ ഒരു ആവേശം, ഒരാത്മീകമായിരിക്കുന്ന ഉള്ളിൽ നിന്നുണ്ടാകുന്ന ഒരു തീക്ഷ്ണത, ഇതൊക്കെയുണ്ട്. ഇതുപോലെ തന്നെ ആരാധനയ്ക്ക് ഒരു ചിന്ത പറയുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ നിന്ന് തിങ്ങി പുറത്തേക്ക് വരുന്ന ഒരു ആ ചെയ്യാൻ വേണ്ടി ചെയ്യുന്നതും ആത്മാർത്ഥമായി ചെയ്യുന്നതും തമ്മിലുള്ള അന്തരം നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. അപ്പോൾ ഈ വിഷയം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് തിമത്യോസിന് പൗലോസ് മുഖാന്തരം പറഞ്ഞു കൊടുക്കുന്ന വിഷയം, തിമത്യോസെ, നിന്റെ ആത്മീക ശുശ്രൂഷ രംഗത്ത്, നിന്റെ വിശ്വാസ ജീവിതത്തിൽ സുവിശേഷം അറിയിക്കുമ്പോൾ മാത്രമല്ല, സുവിശേഷം നിമിത്തം എന്ന് പറഞ്ഞാൽ അവന്റെ ക്രിസ്തീയ വിശ്വാസം നിമിത്തം മുന്നേറുമ്പോൾ, പ്രതിബന്ധങ്ങൾ മുന്നേ വരുമ്പോൾ അവൻ ലജ്ജിച്ചു പോകുവാനായിട്ടുള്ള സാഹചര്യങ്ങൾ, അത് വിട്ടുപോകുവാനുള്ള സാഹചര്യങ്ങൾ നിരവധിയായിട്ട് മുമ്പിലുണ്ട്. എന്നാൽ അതിനു മുമ്പിൽ നീ ലജ്ജിക്കരുത് എന്ന് പറഞ്ഞ് പല ന്യായങ്ങൾ ഇവിടെ നിരത്തി കൊടുക്കുക. ഇനി ഓരോ വിഷയങ്ങളും പറയുമ്പോൾ താഴോട്ട് 7 കാര്യങ്ങളുണ്ട്, അതിന്റെ സബായിട്ട് പിന്നെ 7 ഉണ്ട്. ഇതൊന്നും വിശദീകരിച്ച് പൂർത്തീകരിക്കാനായിട്ട് കഴിയില്ല. എങ്കിൽ ഈ 3 പോയിന്റ് ഇന്ന് പറഞ്ഞ് ഇവിടെ നമ്മൾ കൺക്ലൂഡ് ചെയ്യുകയാണ്. ബാക്കി വിഷയം നമ്മൾ അടുത്ത ക്ലാസ്സിൽ ദൈവം അനുവദിച്ചാൽ മനസ്സിലാക്കും. അതുകൊണ്ട് ഇന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയം, ഞാനൊരു വിശ്വാസിയാണ് എന്ന് എന്നെ തന്നെ വെളിപ്പെടുത്തുവാൻ എനിക്ക് എന്തെങ്കിലും ശങ്കകൾ ഉണ്ടെങ്കിൽ, ഏതെങ്കിലും സാഹചര്യത്തിൽ ഞാനൊരു വിശ്വാസി എന്ന് എന്നെ തന്നെ ഐഡന്റിഫൈ ചെയ്യുവാൻ, സുവിശേഷകന്മാരോടുകൂടെ, ദൈവമക്കളോടുകൂടെ, വിശ്വാസികളോടുകൂടെ ഒന്ന് ഐഡന്റിഫൈ ചെയ്യുവാനായിട്ട് എനിക്കൊരു ഹെസിറ്റേഷൻ ഉള്ളിലുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് വിശ്വാസ സംബന്ധമായി ദൈവാത്മാവിന്റെ പ്രവർത്തനം എന്നിൽ കുറഞ്ഞിരിക്കുന്നു എന്നാണ്. ആത്മനിറവ് എന്ന് നമ്മൾ പഠിക്കുന്ന ഭാഷയിൽ, വേദപുസ്തക ഭാഷയിൽ അതിനെ ഞാൻ പറയുകയാണ്. ആത്മനിറവിന്റെ അഭാവം നമ്മളിൽ ഉണ്ടാകുമ്പോൾ ഈ ഒരു അനുഭവം നമ്മുടെ ജീവിതത്തിൽ വരും. അവിടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ്, നീ അങ്ങനെ ലജ്ജിക്കേണ്ട ആവശ്യമില്ല, നിന്നെ ശക്തിപ്പെടുത്തുന്ന ദൈവത്തിന്റെ ആത്മാവാണ് നിന്നിലുള്ളത്. അതുകൊണ്ട് ആ ആത്മാവിനെ ആശ്രയിച്ച് ജീവിക്കുന്ന ഒരു വിശ്വാസി ഏത് സാഹചര്യത്തിലായാലും തന്നെ തന്നെ ഒരു വിശ്വാസിയായിട്ട് വെളിപ്പെടുത്തും. ഈ ലോകത്തിന് മുമ്പിൽ വേർപെട്ട ജീവിതം നയിച്ച് ഒരു വിശ്വാസി അന്ന് തന്നെ വെളിപ്പെടുത്തുന്ന വിശ്വാസി അവന്റെ ജീവിതത്തിൽ ചിലപ്പോൾ കഷ്ടങ്ങളിലൂടെയൊക്കെ കടന്നു പോകാം, ഒറ്റപ്പെടൽ കടന്നു പോകാം, പരിഹാസങ്ങൾ ഏൽക്കേണ്ടി വന്നേക്കാം. പക്ഷെ ഇതൊക്കെ സഹിച്ച് അവൻ വിശ്വാസിയായിട്ട് നിൽക്കുമ്പോൾ ആ ഒരു സാക്ഷ്യം നിമിത്തം പലരും ഈ കർത്താവിലേക്ക് വരും. അതിനു പകരം അവരെന്നെ കളിയാക്കുമല്ലോ എന്ന് ഓർത്ത് ഞാൻ ആ വഴിയിലേക്ക് ഇറങ്ങിപ്പോയാൽ അവരെ ഇരട്ടി നരകത്തിന് നമ്മൾ യോഗ്യരാക്കും, നമ്മൾ ഏകദേശം നരകത്തിന്റെ അനുഭവത്തിലായി തീരുമാനിക്കും. അങ്ങനെ പാടില്ല. തിമത്യോസിനോട് പൗലോസ് ഹൃദ്യമായി പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട, തിമത്യോസെ, നിന്റെ വിശ്വാസ ജീവിതത്തിൽ നീ ലജ്ജിക്കുവാനായിട്ട് ഇടയാകരുത്. ബാക്കി വിഷയങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചിന്തിക്കാം. തിമത്യോസിനോട് ഇങ്ങനെ ഈ 14 വരെയുള്ള വാക്യങ്ങളിൽ പൗലോസ് ഒത്തിരി വിഷയങ്ങൾ പറയുന്നുണ്ട്. അതിനെ ഒന്ന് വിശകലനം ചെയ്തൊന്ന് പഠിച്ചു കഴിഞ്ഞാൽ എത്ര ആസ്വാദ്യകരമായിട്ട്, എത്ര ഹൃദ്യമായിട്ടാണ് പൗലോസ് ഈ വിഷയങ്ങളെ പറഞ്ഞു കൊടുക്കുന്നത്. സുവിശേഷത്തിന് ഇത്രമാത്രം പ്രാധാന്യമുണ്ടോ? ഓരോ വാക്ക് മാത്രമേ പൗലോസ് ഉപയോഗിച്ചിട്ട് അടുത്ത വാക്കിൽ അടുത്ത വിഷയമാണ് പറയുന്നത്. അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പറഞ്ഞു പോകുമ്പോൾ ഇതിനെ ഒന്ന് ഇരുത്തി ചിന്തിച്ചാൽ മാത്രമേ ഇതിന്റെ ആശയം, അതിന്റെ ആഴം നമുക്ക് മനസ്സിലാകുകയുള്ളൂ. നമ്മുടെ വ്യക്തിപഠനത്തിൽ ഈ വിഷയങ്ങളെ ഒന്ന് ചിന്തിച്ചു. എത്ര ഗൗരവമായിട്ട് സുവിശേഷത്തെക്കുറിച്ച് അല്ലെ വിശ്വാസത്തെക്കുറിച്ച് പൗലോസ് മനസ്സിലാക്കിയിരുന്നു. ആ പൗലോസിന് ദൈവം അത് വെളിപ്പെടുത്തി കൊടുത്തിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. വേറെ ദിവസങ്ങളിൽ വിഷയങ്ങളെ കൂടുതലായിട്ട് പഠിക്കുവാനായിട്ട് ദൈവത്തിന്റെ ആത്മാവ് നമ്മളെ സഹായിക്കണം. നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ അല്പകാലമേ നമുക്ക് ഈ ഭൂമിയിലുള്ളൂ. ആ ഉള്ള കാലം നമ്മുടെ വിശ്വാസത്തെക്കുറിച്ച്, കർത്താവിന്റെ സാക്ഷ്യത്തെക്കുറിച്ച്, സുവിശേഷത്തെക്കുറിച്ച് ലജ്ജിക്കാതെ ഒരു ദിവസം അതൊരു ടെസ്റ്റ് മണിയായി ജീവിക്കാൻ, സാക്ഷ്യമായി ജീവിക്കുവാനായിട്ട് ദൈവം നമ്മളെ സഹായിക്കട്ടെ. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ.